കോഴിക്കോട് നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇങ്ങനൊരു മനുഷ്യൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരമല്ല, റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നത് വരെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ പിന്നളിക്കും. അതും ഡെയിലി താമരശ്ശേരി മുതൽ ഇവിടം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ആശാൻ വരും. ഭക്ഷണം വല്ലാതെ കഴിക്കുന്നവരെ എൻ്റെ വാപ്പ അന്ന് എന്നോട് പറയുമായിരുന്നു, എന്നെ ഞാനൊരു ഹോട്ടലിൽ എന്നെ മോളെ കല്യാണം കഴിച്ചത്, എന്നാൽ എനിക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല. ഈ കാലത്ത് ഞാൻ ഹോട്ടലിന്റെ ഒരാളത്തെ മോളെ തന്നെ ആ ഹോട്ടലിന്റെ പേരൂടി സാഗർ ഹോട്ടൽ, സാഗർ ഹോട്ടലിന്റെ സാഗർ ഹംസായിന്റെ മോളെ. നിങ്ങളൊരു പുതിയ ബിരിയാണി ബ്രാൻഡ് കൊണ്ടുവരുമ്പോൾ ലൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ആ ബിരിയാണിയുടെ ഒരു പ്രത്യേകത? ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ വനസ്പതി ഉപയോഗിക്കുക. വനസ്പതി ഉപയോഗിക്കാത്ത ബിരിയാണി ആണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ തുറച്ചെടുക്കാം. വനസ്പതി ഉപയോഗിക്കുന്നതാണെങ്കിൽ കൂപ്പിട്ടാ പോകില്ല. അപ്പോൾ സലാംക്ക ഇപ്പം പുതിയൊരു പരിവാർ തുടങ്ങുകയാണെങ്കിൽ സലാംക്ക ആ മിസ്റ്റേക്സ് എന്തൊക്കെയായിരുന്നു അന്ന് ചെയ്ത? മെനു ആയിട്ട് ഒരു 20 മെനുവിൻ്റെ താഴെ വരുന്ന ഐറ്റം മാത്രം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ രണ്ടാമത് പരിവാർ തുടങ്ങും. അപ്പോൾ സലാംക്ക് ഇപ്പം എങ്ങനെയാണ് ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യുന്നത്? ഇവരെല്ലാം ഇങ്ങോട്ട് വരും. ഓർക്ക് മനസ്സിലായി. നോമ്പ് കണ്ടില്ല? എന്താ അറിയോ, ഇവിടെ പണിക്കാരോ ഷോർട്ട് ഉണ്ടാകുമ്പോ നോമ്പിന് എന്താ ചെയ്തെന്ന് ചോദിച്ചു നോക്കണോ? നമ്മളെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വെൽക്കം ടു ദ ഫസ്റ്റ് എവർ പോഡ്കാസ്റ്റ് ഓഫ് മിൻകണക്സ്. മിൻകണക്സ് തുടങ്ങിയ സമയത്ത് ഇതിങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ എത്തിക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ലേനും. എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്തും പരിചയമില്ല, എന്താ പറയാ, ഇരുന്നും പരിചയമില്ല. അപ്പൊ കുഴപ്പമില്ല, ടാലി ആയി പോകും. പിന്നെ ഈ പോഡ്കാസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ആരും തീരെ പ്രിപ്പയർഡ് അല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മിൻകണക്സ് എന്താണെന്നും മിൻകണക്സിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ അതിനെ കുറിച്ചൊരു ഇൻട്രോ തരാം. മിൻകണക്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഞാനൊരു പരീക്ഷണാണ് അല്ലേ? സലാംക്ക് ഒരു പരീക്ഷണമാണ്. മിൻകണക്സ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക്, മിൻകണക്സ് ഈസ് F&B സെഗ്മെന്റിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയാണ് മിൻകണക്സ്. ബാക്കിയുള്ളത് നിങ്ങൾ വഴി അറിയും. ആൻഡ് അവർ നമ്മളെ ഫസ്റ്റ് എവർ ഗസ്റ്റ് അത് സലാംക്കാണ്. സലാംക്ക, വെൽക്കം ടു ദ ഷോ. ഞാനും സലാംക്ക ആയതുകൊണ്ട് എനിക്ക് ഒരുപാടധികം പ്രിപ്പറേഷന്റെ ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും എന്താണേലും ഒരുപാട് നമ്മൾ പ്രിപ്പയർ ചെയ്യല്ല. ഇനി അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തരാം. എൻ്റെ പേര് മിൻഹാജ് എന്നാണ്. മിന്ത ഫുഡി എന്ന് പറഞ്ഞൊരു പേജ് കഴിഞ്ഞ 7 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നൊക്കെ എത്തി നിൽക്കുന്നു. പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ എന്നെ കിട്ടും. സോ സലാംക്ക, ഇനി ഞാൻ സലാംക്കനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇങ്ങനൊരു മനുഷ്യൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ? രാവിലെ മുതൽ വൈകുന്നേരമല്ല, റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നത് വരെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ പിന്നളിക്കും. അതും ഡെയിലി താമരശ്ശേരി മുതൽ ഇവിടം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ആശാൻ വരും. ഏകദേശം 30 കിലോമീറ്റർ അല്ലേ? 32 കിലോമീറ്റർ ഡെയിലി ഡ്രൈവ് ചെയ്ത് ഇവിടെ വരെ വന്ന് രാത്രി 2 മണിക്കാണ് ആൾ ഇവിടുന്ന് പോവല്. അപ്പോൾ 32 കിലോമീറ്റർ പോവല്ല, 12:30 പോയിട്ട് ഞാൻ 1:30 മണിക്ക് വീട്ടിലെത്തും. 1:30 മണിക്ക് വീട്ടിലെത്തും. റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അല്ല കേട്ടോ, ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റുമോന്ന് വെച്ചാല് അത്ര ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ട്രാഫിക് ഇല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ, അതല്ലാതെ 1.5 മണിക്കൂർ അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഡെയിലി അങ്ങനെ കോഴിക്കോട് സിറ്റിയിൽ വന്ന് നടത്തുന്ന ഒരു ഹോട്ടലായിരുന്ന സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സോ സലാംക്ക, എന്താണ് പരിവാർ? എന്താണ് നിങ്ങളിപ്പോൾ പരിവാറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫ്രം ദ സ്ക്രാച്ച് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാം. പരിവാർ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ട് ഒരു ഏകദേശം 2 വർഷം. പക്ഷെ പരിവാർ തുടങ്ങിയിട്ട് 1975 തുടങ്ങി. അത് കുന്നമംഗലത്ത്. ഞാനല്ല തുടങ്ങിയത്, ഇവളെ ഫാദർ. സോറി, സലാംക്ക മാത്രമല്ല, സലാംക്കൻ്റെ വൈഫും ഉണ്ട് നമ്മളെ കൂടെ. സലാംക്കൻ്റെ വൈഫും വാത്താസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഈ പരിവാറിൻ്റെ അകത്ത് തന്നെ ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഓവറായിട്ട് ഇൻട്രോ തരാത്തത് വയ്യെ എല്ലാം റെഡി ആക്കാന്ന് വെച്ചിട്ടാണ്. അവിടുത്തെ വാത്താസ് ഇവിടെ മാത്രമല്ല, വേറെ ഒരാൾ പ്ലേറ്റ് കൂടിയുണ്ട്, മേത്തോട്ട് താഴെ. ഓക്കെ. അപ്പോൾ
എനിക്ക് അറിയേണ്ടത് സലാം ഖാന്റെ തുടക്കകാലങ്ങളെ കുറിച്ചാണ്. ലൈക്ക് കുട്ടിക്കാലം, അതായത് ഇപ്പൊ സലാം ഖാൻ എത്ര വയസ്സായി? എനിക്ക് 58. 58 ഇയേഴ്സ് ആയി. ഇപ്പം 58 കൊല്ലം മുന്നോട്ട് ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സിലൊക്കെ സലാം ഖാൻ എന്തായിരുന്നു, ഈ ഹോട്ടൽ ഫീൽഡായിട്ട് കണക്റ്റഡ് ആയിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഭക്ഷണത്തിനോട് എന്തെങ്കിലും ഇപ്പൊ സാധാരണ എല്ലാവരും ഭക്ഷണം കഴിക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഭക്ഷണത്തിനോട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ? ഞാൻ ചെറുപ്പത്തിലൊരു ഫുഡ് ചെയ്യുന്നു. ഫുഡ് ആയിരുന്നു, ഉം. ഫുഡ് കഴിക്കുന്ന ആള്, എല്ലായിടത്തും പോയി കഴിക്കും. എല്ലായിടത്തും കഴിക്കും. ആ. അത് അന്ന് എന്റെ തടിയും അങ്ങനെ ആയിരുന്നു. നല്ലതടി. 100+. ഫോട്ടോ കിട്ടുകയാണെ ഇവിടെ കൊടുക്കാം. 100+. 100+. ആ. എത്ര വയസ്സില്? അത് ഏകദേശം ഒരു 12 വർഷം മുമ്പ് വരെ. 12 ആ. അപ്പൊ എത്രാം വയസ്സ് മുതല് അതേ തടിച്ചിട്ടേ? അതേ തടിച്ചിട്ട്. ആ. അതിനുശേഷമാണ് പിന്നെ കുറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാല് എൻ്റെ വാപ്പ ഒരു ടിമ്പർ മരക്കച്ചവടക്കാരനായിരുന്നു. ഉം. അപ്പൊ ചെറുപ്പം മുതലേ ഞാൻ ഓർമ്മ വെച്ച മുതലേ വാപ്പാന്റെ ഓഫീസ് കോഴിക്കോട്ടാണ്. അപ്പൊ സ്കൂളില്ലാത്ത അന്ന് വാപ്പാന്റെ കൂടെ കോഴിക്കോട്ട് വരും. ഉം. അതെന്തിനാ വരുന്നത് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിക്കാൻ താമരശ്ശേരിന്ന് പക്ഷെ കോഴിക്കോട്. അന്നുള്ള ഹോട്ടൽ എന്ന് പറഞ്ഞാല് ബോംബെ ഹോട്ടല്, അതേമാതിരി പാളയത്ത് പോയാൽ ഒരു കൊളംബോ ഹോട്ടലുണ്ട്, അത് ബോംബെ ഹോട്ടലിൽ തന്നെ. ഉം. പിന്നെ കുറച്ച് കഴിഞ്ഞ് സാഗർ വന്നു, പിന്നെ ടോപ്പ് ഫോം, ഉം. അങ്ങനെ കുറച്ച് എത്ര റെസ്റ്റോറൻറ്റുകൾ. വർഷം മുന്നാണത്? ഏകദേശം 70s. 70s. അപ്പം ഞാൻ കോഴിക്കോട് വരുന്നതെന്ന് അതിൻ്റെ ഒരു കാരണം എനിക്ക് കഴിക്കേണ്ടത് ഫുൾ കോഴിയാണ്. അന്ന് ബോംബെ ഹോട്ടലും പിന്നീട് സാഗറിലും മാത്രമേ ഉള്ളൂ, സ്പ്രിങ്. അപ്പോൾ ഈ ഭക്ഷണം വല്ലാതെ കഴിക്കുന്നവരെ എൻ്റെ വാപ്പ അന്ന് എന്നോട് പറയുമായിരുന്നു, എന്നെ ഞാനൊരു ഹോട്ടലിൽ എൻ്റെ മോളെ കല്യാണം കഴിച്ചത്, എന്നാൽ എനിക്ക് ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല. പിൽക്കാലത്ത് ഞാൻ ഹോട്ടലിന്റെ ഒരാളത്തെ മോളെ തന്നെ ആ കല്യാണം ഹോട്ടലിന്റെ പേരൂടി ഒന്ന്. സാഗർ ഹോട്ടൽ. സാഗർ ഹോട്ടലിന്റെ സാഗർ ഹംസായിന്റെ മോളെ. സാഗർ ഹോട്ടലിന്റെ ഓണറിന്റെ മോളാണ് സലാം ഖാന്റെ അടുത്തിരിക്കുന്ന സലാം ഖാന്റെ വൈഫ്. ഓക്കെ, ബാക്കി പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യത്തെ ഹോട്ടലായിട്ടുള്ള ബന്ധം വരുന്നത് എന്റെ വാപ്പാന്റെ വാക്കാ. അപ്പൊ അന്ന് മുതൽ ഇവളെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഓ, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം. പിന്നെ ഞാനൊരു ഹോട്ടലിന് മലയാളിയുടെ മോളെ കല്യാണം കഴിച്ചുകൊണ്ടു ഞാൻ പിന്നീട് ഈ ഫീൽഡിലേക്ക് വരിക. അന്ന് നിങ്ങൾ ആദ്യം അറിയുന്നോ കല്യാണം കഴിക്കുമ്പോ? ഇല്ല. കംപ്ലീറ്റ്ലി അറേഞ്ച് മാരേജ് ആണ്. ഇന്നത്തെ മാതിരി അല്ലല്ലോ, അന്ന് പ്രേമില്ലല്ലോ. അന്ന് നിങ്ങൾ പ്രേമിച്ചില്ലാന്ന് പറഞ്ഞാ മതി സലാം ഖാൻ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് കുട്ടിക്കാലം ഏകദേശം കുട്ടിക്കാലം കഴിഞ്ഞ് നമ്മൾ കല്യാണം കഴിച്ചല്ലേ അല്ലേ? കല്യാണം കഴിച്ച്. അപ്പം ഈ ആദ്യം തന്നെ നിങ്ങൾ എന്തായിരുന്നു സാഗറായിട്ട് എങ്ങനെയാണ് കണക്ഷൻ? സാഗർ ഹോട്ടലായിട്ട് എങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നിങ്ങൾ ഈ ഓപ്പറേഷൻസിലേക്കൊക്കെ എത്തിയോ? അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ സാഗറിലുണ്ടായിരുന്നു. എത്ര കാലം? ഒരു ഫസ്റ്റ് ഞാൻ കുറച്ച് കാലം ഉണ്ടായി. പിന്നീട് കുറച്ച് വിട്ടുന്നു. പിന്നീട് വീണ്ടും ഞാൻ സാഗറിലേക്ക് ഉണ്ടായി. അപ്പൊ എന്തായിട്ട് നിങ്ങൾ ആദ്യം കയറിയത്? വെയിറ്റർ ആയിട്ടാണോ? അല്ലെങ്കിൽ അല്ല, വെയിറ്റർ ആയിട്ട് എന്തായാലും മരുമോനെ കേട്ടില്ല. അത് വേറൊരു കാര്യം. മരുമോനെ എന്ന് പറഞ്ഞാല് വെയിറ്ററെക്കാട്ടും കഷ്ടമാണ്. ഉണ്ടോ ഇപ്പോ? ഇല്ല, മരിച്ചു. ധൈര്യമായിട്ട് പറയരുത്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ചെയ്യുന്ന മാതിരിയൊക്കെ നമ്മൾ ചെയ്യണം. മൂപ്പരെല്ലാം ചെയ്യും. പ്ലേറ്റ് വാഷ് ചെയ്യും, പ്ലേറ്റ് എടുക്കും, ചോറ് തട്ടി കൊടുക്കും, എല്ലാ പണിയും മൂപ്പരെടുക്കും. അപ്പോ മൂപ്പര് എന്താണോ എടുക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുക. എന്നാ മൂപ്പര് ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. ഗിൽഫീൽ ഉണ്ടാവല്ലേ, മൂപ്പര് ഇതൊക്കെ ചെയ്യണം, നമ്മൾ ചെയ്തില്ല മോശമല്ലേ. അപ്പൊ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്യും. അതാണ് എന്താ പറയാ ഹോട്ടലുമായിട്ടുള്ള ഫസ്റ്റ് ഇത്. അപ്പോ മോർ ദാൻ എ വെയിറ്റർ, മോർ ദാൻ എ മാനേജർ എല്ലാം ആയിരുന്നു നിങ്ങൾ സാഗറിൽ. ഓൾ ഇൻ ഓൾ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ട് തുടക്കത്തില്? ആദ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കേസ് എന്താ, വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചോറ് തട്ടി കൊടുക്കുക. പിന്നെ കാഷ്വലി ആരെങ്കിലും കേഷ്യർമാരുണ്ട്, അതിന്റെ കേഷ്യർമാരിലെ ഒരു ഭക്ഷണത്തിന് പോകുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഒന്ന് മാറി കൊടുക്കുക, ഇങ്ങനത്തെ ഒക്കെ ചെയ്യും. പ്ലേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ സാധാരണ ഈ ഹോട്ടലുകാരൊക്കെ സക്സസ് സ്റ്റോറി ഒക്കെ പറയുമ്പോഴേ പ്ലേറ്റ് ചെയ്യുമ്പോൾ അത് കഥയൊക്കെ കേൾക്കലുണ്ട്. പ്ലേറ്റും കഴിയുന്നുണ്ട്.
പിന്നെ ബ്ലേറ്റ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. പക്ഷെ നല്ലതല്ലേ? പിന്നെന്താ, അതെ. നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് എന്താ അപ്പൊ ചെയ്യാൻ ഞാൻ പറ്റുക? എന്റെ ഈ ഒരു ജേണി തുടങ്ങുന്നതിന്റെ മുന്നേ എനിക്ക് ഇതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കാർ കഴുകാൻ പോയിട്ടുണ്ട്. കുറെ ഈ റോഡിലൊക്കെ കുറെ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. ഈ ഇവിടെ ഉള്ള ഈ ഫ്ലാറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് വിളിച്ചിരുന്നു. കാർ കഴുകുന്ന ആളല്ലേ, അന്ന് കൊടുത്ത നമ്പറായിട്ട്. അത് കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഈ പരിവാറായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെ വന്ന് പണിയെടുത്ത് തുടങ്ങി. പിന്നെ ഞാൻ എപ്പോഴാണ് നിങ്ങൾക്ക് സാഗറിന് നിൽക്കുന്ന സമയത്താണ് ഒന്ന് വേറിട്ട്. സാഗർ, സോറി, പരിവാറല്ല, സാഗർ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു 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 ഒരു- ഒരു അവിടെ അമ്മോശൻ കാക്ക നിങ്ങളെ അല്ല, അമ്മശോയൊക്കെ മരിച്ചതിന് ശേഷം അംഗീകരിച്ചു തുടങ്ങിയത്? ഒന്നുമില്ല, ഇപ്പൊ ആദ്യമായിട്ട് വന്ന ഒരാളെ പണിക്കെടുക്കുമ്പോ ആരായാലും ഒന്ന് ഒരു അല്ല, അത് ഒബ്സർവേഷനിലായിരിക്കുമല്ലോ. ഞാനൊരു പുതിയാപ്പിളല്ലേ, ആ. ആ രീതിയിൽ അതിന്റെ എല്ലാ പരിഗണന ഉണ്ടായിരുന്നു. പരിഗണന കിട്ടൂല. ഇല്ല. പരിഗണന ഒരു പണിക്കാരനെ പരിഗണന കിട്ടും. ഉം. ബാക്കി അല്ലാതെ വരുന്നേരം ഭയങ്കര പരിഗണന. ആ, അപ്പൊ പുതിയാപ്പിളാണ്. പുതിയാപ്പിളാണ്. ഹോട്ടലിൽ പണിക്ക് പുതിയാപ്പിളല്ല. അതാണല്ലോ വേണ്ടി. നമ്മൾ ഈ ചില എനിക്ക് ഈ കൈ ഉം. എനിക്ക് മൂപ്പര് ഓർക്കുന്ന ഇവിടെ വേദന ഉള്ളു. എന്താ അതായത് എന്ത് കാര്യത്തിനും മൂപ്പര് എന്ത് ചെയ്യും, ഇവിടെ പിടിച്ചിട്ടാ കൊണ്ടുപോകുക, കാണിച്ചു തരാം ഈ ഇറച്ചൂടി കൂട്ടിയിട്ട്. അപ്പൊ എനിക്ക് മൂപ്പര് ഓർക്കുന്ന നേരം ഇവിടെ വേദന ആവും. ഓക്കെ, പിന്നെ മൂപ്പരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അതൊരു പ്രസ്ഥാന. എന്നാലൊരു 5 മിനിറ്റ് മൂപ്പരെ കുറിച്ച് സംസാരിക്കും, കേൾക്കണേ. നമ്മള് സാധാരണ ഈ സാഗർ എന്ന് കേൾക്കലേ ഉള്ളൂ. അന്ന് ഈ പേഴ്സണൽ ബ്രാൻഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സാഗറിന്റെ മുതലാളിനെ ആർക്കും അറിയില്ല, ഓണറെ, അതായത് സാഗർ മൂപ്പര് ഏറ്റവും ചുരുക്കി പറഞ്ഞാല് ഉം. 963 തേങ്ങ പൊളിക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ. ഉം. അത് ഭാരപ്പെട്ട പണിയായതുകൊണ്ട് മൂപ്പരെ ജ്യേഷ്ഠന് യാദൃശ്യമായിട്ട് ഒരു ഹോട്ടല്, സുഖമില്ലാതെ ആയതുകൊണ്ട് ഒരു ഹോട്ടൽ നടത്തുന്ന ആള്, ഉം. ഹോട്ടലിൽ എന്ന് പറയാൻ പറ്റുമോ? ഹോട്ടലല്ല, കപ്പിക്കട. ഹോട്ടലല്ല, കപ്പിക്കട, കപ്പിക്കട എന്ന് പറഞ്ഞാൽ പഴയ നമ്മളെ പെട്ടിക്കട, ചായക്കട. അത് ജ്യേഷ്ഠന് ഒരാൾക്ക് കാല് സുഖമില്ലാത്ത ഒരാളിതായിരുന്നു. അയാൾ മെഡിക്കൽ കോളേജിൽ കാല് മുറിക്കണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് അയാൾക്ക് പൈസക്ക് വേണ്ടിയിട്ട് ജ്യേഷ്ഠന് വിൽക്കുക. ആ ജ്യേഷ്ഠൻ എന്ത് ചെയ്ത് അത് ഈ മനുഷ്യനെ നടത്താൻ കൊടുത്ത്, ഇനി നടത്തിക്കോ. മൂത്താപ്പ വാങ്ങിയിട്ട് ആ. മൂത്താപ്പ 35 ഉറുപ്പ്യക്ക് വാങ്ങിയിട്ട് 35 വായിച്ചിട്ട് ഉറുപ്പ്യക്ക് മൂത്താപ്പ വാങ്ങിക്കുക. 35 പറയുമ്പോ വെറും 35. 35,000 ആണോ? അല്ലല്ല, വെറും അന്നല്ലേ, എത്ര കാലം മുമ്പ്? അന്ന് 963 ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കാൻ 35 ഉറുപ്പ്യ മതിയോ? മതിയാവും. 35 വേണ്ട. 35 വേണ്ട. ആ. അതെ, 35 വേണ്ട. വേണ്ട. ഓ, അന്നത്തെ കാലത്ത് അങ്ങനെയാണ് സാഗർ ഉണ്ടാവുന്നത്. അവിടുന്നാണ് ആടാണ് സാഗറല്ല അന്ന്. പതിമംഗലം എന്ന് പറഞ്ഞാൽ കുന്നമംഗലത്ത് 3 കിലോമീറ്റർ പോയി പതിമംഗലം അതാണ് സാഗറിന്റെ തുടക്കം. അവിടുന്ന് ഒരു 2 കൊല്ലം 3 കൊല്ലം അതിൽ കച്ചവടം ചെയ്ത് ഭയങ്കര കച്ചവടമായി. അപ്പൊ അവിടെ സൗകര്യം പോരാത്ത വന്നുകൊണ്ട് അതിന് നേരെ മുമ്പിൽ ഒരു ഹോട്ടല് ഒരു നടത്തി പൂട്ടിയതുണ്ടായിരുന്നു. നേരെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് മാറുന്നു. അവിടുന്ന് എന്ത് ചെയ്ത് മൂപ്പര് അതിലും പിന്നെ ആ റൂട്ടിൽ വയനാട് റൂട്ടിൽ പോകുന്ന എല്ലാ വണ്ടികളും അവിടെ നിർത്തി ഭക്ഷണം കഴിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാല് കാറൊന്നല്ലല്ലോ, ലോറികളല്ലേ. ലോറികളും കാറുകളും കാറില്ലല്ലോ. അധികം കാറില്ലല്ലോ അന്ന്. അപ്പൊ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ഭയങ്കര തിരക്കായി. അപ്പോൾ ആ സമയത്ത് എന്തോ ആ ബിൽഡിംഗ് ഓണർക്കും തോന്നിയിട്ടോ എന്തോ അവിടുന്ന് ഒഴിയണമെന്ന് പറഞ്ഞ് ഒഴിയണമെന്ന് പറഞ്ഞ സമയത്ത് കുന്നമംഗലത്ത് ഈ പരിവാർ എന്ന് പറഞ്ഞ ഇത് വരുന്നത് അങ്ങനെ കുന്നമംഗലത്തേക്ക് മാറുക. അന്ന് ദുബായില്ല, റംഗൂണാണുള്ളത്. അപ്പൊ ഈ നിങ്ങള് സാഗറിൽ നിന്നോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങള് പരിവാർ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, അത് ഇത് ഫാർലോന്റെ കഥ പറയുന്നത്. മൂപ്പരത് കുന്നമംഗലത്ത് അന്ന് ദുബായില്ല, റംഗൂൺ, ബർമയിൽ പോയി വന്ന ഒരു ബിരാനാജി തുടങ്ങിയതാണ് ആ ഹോട്ടല് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ട് കുന്നമംഗലത്തുള്ള പരിവാർ. ആ റംഗൂൺ ഹോട്ടൽ റംഗൂണിൽ പോയി ഇല്ല, അപ്പോഴും ഉണ്ട്, അടച്ചിട്ടാ. റംഗൂണിൽ പോയി വന്ന് ബർമയിൽ അവിടുന്ന് ഇന്നിപ്പോ ദുബായിലൊന്നും ഒക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ നാട്ടിൽ തുടങ്ങുന്നില്ലേ, അതേമാതിരി അന്ന് ബർമയിൽ പോയി തിരിച്ചു വന്ന ഒരാൾ തുടങ്ങിയ അയാൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇവരിതിങ്ങനെ എന്തോ പ്രശ്നമായാലും അതെടുത്തു. മൊത്തം ബിസിനസ് അങ്ങോട്ട് മാറുകയും ചെയ്ത് ആദ്യമായിട്ട് മൂപ്പര് ഒരു ബ്രാൻഡിൽ അറിയപ്പെടൽ തുടങ്ങിയ പരിവാർന്ന 75 1975 പരിവാറും ഈ ഹംസാജി തന്നെ തുടങ്ങിയതാണ്. അതെ, ഹോട്ടലായിട്ട് തുടങ്ങുന്ന ഇപ്പം കാണുന്ന എല്ലാ ആറും ഈ പരിവാർന്ന. എല്ലാ ആറും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല. കുടുംബത്തിൽ കുറെ ആറുണ്ട്. എല്ലാ ആറാണ് റെസ്റ്റോറന്റിന്റെ ലാസ്റ്റ്. സാഗർ, ദീവാർ, അൻഹാർ,
ശ്രീകാറ്, പെരിയാറ് ഇതൊക്കെ ഒരാളതാണോ? അല്ല, എല്ലാ കുടുംബത്തിലാ. കുടുംബം ഓ, ഒക്കെ ഫാമിലി ബിസിനസ്സാ. എല്ലാ ആറിനെയും തുടക്കം പരിവാറാണ്. പരിവാറാണ്. അപ്പൊ ഈ പരിവാറായിട്ടാണോ സാഗർ ഉണ്ടാവണത്? അതെ, 75 പരിവാർന്ന് കഴിഞ്ഞ് 78 സാഗർ കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചു സാഗർന്ന് വ്യതിചലിച്ച് വന്നാണ് പരിവാർ അല്ല. വിചാരിച്ചത്. അല്ല, ഈ പരിവാർന്ന് തന്നെ വരാൻ കാരണം എന്താണെന്നറിയോ? കുടുംബം എന്നാണ്. കുടുംബം. അതെ, പരിവാർ ഹിന്ദിയിൽ. മൂപ്പരെ കൂടെ ഉണ്ടായിരുന്ന ഒക്കെ ആ കുടുംബമായിരുന്നു. കുടുംബക്കാർ മുഴുവൻ ഈ ഹോട്ടലിലായിരുന്നു. അപ്പോ ഇന്നത്തെ കാലത്തെ നമ്മളിങ്ങനെ ആൾക്കാർ പറയും, ഒരിക്കലും നമ്മളെ കുടുംബക്കാരെ അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ അനിയന്മാരെ, ഏട്ടന്മാരെ, കുടുംബത്തിലുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മളെ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യിക്കരുത്. അത് കുടുംബ പ്രശ്നത്തിന് കാരണമാവും, അല്ലെങ്കിൽ അത് കുടുംബം തെറ്റുന്ന അവസ്ഥ കുറെ ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും, എന്ത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ചെയ്യുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആദ്യം പറഞ്ഞു നോക്കിയില്ലെങ്കിൽ ചെയ്യാം. അപ്പം അന്ന് നിങ്ങൾ കുടുംബക്കാർ ഇത്രയും ആൾക്കാർ കുടുംബക്കാരാണ് ബിസിനസ് ചെയ്തതെന്ന് പറഞ്ഞു ഒരുമിച്ച്, അതിന്റെ ഒരു ഇന്നത്തെ കാലം അന്നത്തെ കാലം ഡിഫറൻസ് എന്താ? നീ മിന്നു പറഞ്ഞില്ലേ, ആ പ്രശ്നമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നീ പറഞ്ഞത് കറക്റ്റാ. എല്ലാരും നമുക്ക് ഒന്ന് കുടുംബക്കാരെ സുഹൃത്തുക്കള്, നല്ല സുഹൃത്തുക്കളും കുടുംബക്കാരെയും ഒക്കെ നമ്മളെപ്പോഴും കൂട്ടിയ പ്രശ്നം എന്താ, അവര് എന്തെങ്കിലും ചെയ്താല് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാല് അത് തുറന്ന് പറയാൻ കഴിയില്ല. അത് ചിലപ്പോ പറഞ്ഞാൽ അവിടെ തെറ്റും. അവര് പേഴ്സണലായിട്ട് എടുക്കും അല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ, കുടുംബം നല്ല കുടുംബവും നല്ല ഫ്രണ്ട്സ് ആയിട്ടും കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ മുന്നോട്ട് സാക്രിഫൈസ് ചെയ്യുന്നതാണ്. 2% to 5% ഉണ്ടാവും. അതെ, വളരെ കുറവാ, വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രം. എന്തിന് ബ്രദേഴ്സ് ഒന്നായിട്ടുള്ള സ്ഥാപനമല്ലേ, അത് എവിടം വരെ പോകുന്നറിയോ? ബ്രദേഴ്സിന് അവര് കല്യാണം കഴിച്ച് ആ മക്കള് മേജറാന്നൊരു സമയല്ലേ, അവിടം വരെ ഇവരെ ഈ അഭിപ്രായങ്ങൾ ആൾക്കാരെ മക്കള് അല്ല, അതായത് തുടങ്ങിയ ആൾക്കാർ മക്കൾ മേജറാകുന്ന ഒരു സമയല്ലേ, ആ സമയം വരെ നല്ല നിലയിൽ പോകും. അതായി കഴിഞ്ഞാൽ അതിന് മക്കളൊന്നല്ലേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കംപ്ലീറ്റ് ആയി. അപ്പൊ സലാം ഖാന്റെ കുട്ടിക്കാലം അറിഞ്ഞു, എങ്ങനെ സലാം ഖാൻ പരിവാറിലേക്ക് എത്തി എന്നറിഞ്ഞു. പക്ഷെ ഈ സാഗർ എങ്ങനെ ഉണ്ടായി? പരിവാറിനാണ് സാഗർ ഉണ്ടായിരുന്നല്ലോ. സാഗറിന്റെ അതായത് ഇവിടെ അമ്മന്റെ ആങ്ങളുണ്ട്, അതായത് ഇപ്പൊ നമ്മുടെ മരക്കാർക്ക മുന്നുകരാണ് മൂപ്പർക്ക്. നമ്മളെ ഇവിടെ ഈങ്ങാപ്പുഴ ഒരു പുതിയ റെസ്റ്റോറന്റ് ഇല്ല, സ്കൈലാർക്ക്, മൈസൂർ പ്ലാസ, ഊട്ടിയില് ഒരു വേറെ ഉണ്ട്, കൊടൈക്കനാലുണ്ട്. മൂപ്പരാണ് അത് സ്ഥാപനം ഉണ്ട് എന്നുള്ളത്. പഴയ വീട്, ഒരു ഡെന്റൽ ഡോക്ടർ വീടായിരുന്നു കോഴിക്കോട്. വായിച്ചിന്റെ കൂടെ നിന്നത് കൈയാണ്. ഇവിടെ അമ്മന്റെ അമ്മോനും ഇവിടെ അമ്മോനും ഇവരാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, സാഗർ പരിവാർ ടു സാഗർ വന്നില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ സാഗറിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ പരിവാറായിട്ട് മുന്നോട്ട് പോയതായിരുന്നോ? അല്ലെങ്കിൽ അല്ല, ഞാൻ പരിവാറില് 10 കൊല്ലം പരിവാർ കുന്നമംഗലം ഞാൻ നടത്തിയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളൊരു ഗൾഫ് വിദേശത്ത് ഒരു ഹോട്ടൽ തുടങ്ങാന്നുള്ളൊരു പ്ലാൻ ചെയ്ത് അങ്ങനെ പോയി. അത് വേണ്ടത്ര സക്സസ് ആയി. വീണ്ടും തിരിച്ചു വന്നു. അപ്പം ആ പരിവാറായിട്ടുള്ള എനിക്കുള്ള ബന്ധം അതാ. കുറെ ഒരു 10 വർഷം ഞാനത് 12 വർഷം ഞാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ സാഗറിൽ കണാടി രസമുള്ള സാഗറിലായിരുന്നു ഞാൻ ഉണ്ടാവുക. അപ്പൊ ആ സാഗറിന് പിന്നെ അറിയാലോ, എല്ലാ കുടുംബത്തിലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അങ്ങനെ പിന്നെ എനിക്ക് തോന്നി സ്വന്തമായിട്ട് തന്നെ തുടങ്ങണമെന്ന് തോന്നി. ഞാൻ കോഴിക്കോടല്ലായിരുന്നു തുടങ്ങാൻ വിചാരിച്ചത്, ദുബായിലായിരുന്നു തുടങ്ങാൻ വിചാരിച്ചത്. കോഴിക്കോട് എത്തിയെന്ന് വെച്ചാല് 4 പ്രാവശ്യം ഞാൻ ദുബായി പോയിട്ടുണ്ട്. 4 പ്രാവശ്യം പോയി. ഇതിന്റെ ഈ പരിവാറെന്നല്ല, അതൊന്നും പേരും കണ്ടില്ല, പേരൊന്നും കണ്ടിട്ടില്ല. അത് തുടങ്ങണമെന്നുള്ള ഇതില് പോയി. പക്ഷെ അവിടെ അത്ര നമ്മൾ പറ്റിയ ഏരിയ എനിക്കൊന്ന് കിസൈസാണ് എനിക്ക് ഇഷ്ടമുള്ള ഏരിയ. പക്ഷെ കിസൈസിൽ അതിനനുസരിച്ചുള്ള ബിൽഡിങ്ങോ കാര്യം കിട്ടിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ദുബായിൽ നിൽക്കുന്നവരാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ദുബായിൽ നിന്നാണ് കിട്ടിയത്. കോഴിക്കോട്ട് ഒരു ഇത് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതെ, അത് കൊടുക്കാനുണ്ട്, ഒരു കൊടുക്കുകയാണെന്നുള്ളത് ദുബായിൽ നിന്ന് കിട്ടിയിട്ട് അങ്ങനെ സംസാരിച്ചിട്ടാണ് തീർത്തത്. അതൊരു വീടായിരുന്നു. വീടായിരുന്നു. നമ്മളെ മുനീർ സാഹിബൊക്കെ ഈ വീട്ടിൽ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നു. MK മുനീർ മിനിസ്റ്ററായിരുന്ന ഒരു കുടുംബം ഇവിടെ താമസിച്ചു.
അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ കുടുംബത്തിലുള്ള മാതിരി ചെറിയ കൃഷി എന്ന് പറഞ്ഞൂടാ, എന്നാലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേർച്ചല്ലായി വന്നേരം ഞാൻ സ്വന്തം തുടങ്ങി. അങ്ങനെ ഒന്നും തുടങ്ങി, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ പരിവാർ എങ്ങനെ പോകുന്നു? എന്താണ് പരിവാർ ഇപ്പൊ ചെയ്യണത്? ലൈക്ക് പരിവാറിന്റെ എക്സ്പാൻഷൻ പ്ലാൻസ് എന്തൊക്കെയാണ്? നമ്മള് എക്സ്പാൻഷൻ ഒരു പരിവാർ ഇത് തന്നെ. നമ്മൾ വേറൊരു ഒരു ബിരിയാണിക്ക് മാത്രമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ പിടിഷാർ റോഡിലാണ്. പിടിഷാർ റോഡില്. ഓക്കെ, അത് ബിരിയാണി ഒരു രാത്രി മിഡ് നൈറ്റ് അങ്ങനെ ഒരു ബിരിയാണി കൊടുക്കണം. പാതിരാക്കും ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം. പിന്നെ അതിന് പിന്നെ കുറെ മനസ്സിൽ വേറെ കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. കോഴിക്കോട് ഒരുപാട് ബിരിയാണി ഉണ്ട്. നിങ്ങൾ ബിരിയാണി തുടങ്ങാൻ പോകാറുണ്ട്. കോഴിക്കോട് ഇഷ്ടം പോലെ ബിരിയാണി ഉണ്ട്. തലശ്ശേരി ബിരിയാണി കിട്ടും, കോഴിക്കോടത്തെ 5-6 ടൈപ്പ് ബിരിയാണി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബിരിയാണി ബ്രാൻഡ് കൊണ്ടുവരുമ്പോൾ ലൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ആ ബിരിയാണിയുടെ ഒരു പ്രത്യേകത? ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ വനസ്പതി ഉപയോഗിക്കില്ല. വനസ്പതി ഉപയോഗിക്കില്ല? ഇല്ല. നമ്മൾ ആർക്കേജാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എല്ലാ സ്ഥലത്തും ആർക്കേജ് ഉപയോഗിക്കുന്നത്, അല്ലെ സോറി, വനസ്പതി ഉപയോഗിക്കുന്നത്. വനസ്പതി ഞാൻ ഉപയോഗിക്കാതെ എന്നോടൊരു ഡോക്ടർ പറഞ്ഞത് ഹാർട്ട് ബ്ലോക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് വനസ്പതി കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പം പിന്നെ നമ്മൾ ഉപയോഗിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. രണ്ടാമത്തത്, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഇത് വനസ്പതി ഉപയോഗിക്കുന്നുണ്ടോയെന്ന് നമുക്ക് അറിയാൻ ഏറ്റവും വലിയ മാർഗം എന്ന് വെച്ചാൽ, നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് കൈ കഴുകാൻ പോകില്ല. നമ്മൾ ഈ വനസ്പതി ഉപയോഗിക്കാത്ത ബിരിയാണി ആണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ തുടച്ചെടുക്കുക. വനസ്പതി ഉപയോഗിക്കുന്നതാണെങ്കിൽ സോപ്പിട്ടാ പോകില്ല. ഒരു ടിപ്പാണ് അല്ലേ? അത് ആലോചിച്ചോ. രണ്ടാമത്തത്, ബിരിയാണി നമ്മൾ കഴിക്കുന്നേരോ, ബിരിയാണി കഴിച്ചിട്ട് ആഫ്റ്റർ നമുക്ക് ദാഹം വരിക, ചിലപ്പോൾ ഒരു ഹാങ് ഓവർ, എന്താ പറയാ, ഉറക്കം വരിക, വയറ് ഒരു ഘനമായി തോന്നുക, ഇതൊക്കെ ഒരു നല്ല ബിരിയാണി അല്ല. അപ്പം നിങ്ങൾ പറയുന്നത് അതൊന്നും ഇല്ലാത്തൊരു ബിരിയാണി ആയിരിക്കും. നമ്മളത് ഒന്നും ഇല്ലാത്ത ബിരിയാണി ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പൊ സലാംഖാന്റെ കുട്ടിക്കാലം പറഞ്ഞ് എങ്ങനെ സലാംഖ ഹോട്ടൽ ഫീൽഡിലേക്ക് എത്തിയെന്ന് പറഞ്ഞ്, എനിക്ക് തോന്നുന്നു സലാംഖ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഹോട്ടൽ നടത്തുന്നുണ്ട് അല്ലേ? 15 ഞാൻ 90-ലാണ് ഫസ്റ്റ് അമോഷക്കാക്കന്റെ ഒപ്പം, അതായത് കൂടെ ഈ ഫീൽഡിലേക്ക് വരുന്നത്. 30 വർഷമായിട്ട് ഹോട്ടൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറെ ആൾക്കാർ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരാനും ഇതിന്റെ പ്രശ്നങ്ങളൊന്നും അറിയാതെ ഇതിന്റെ ഒരു ഗത്തും ഇതൊക്കെ കണ്ടിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അന്ന് നിങ്ങൾ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ചലഞ്ചസും ഇന്നത്തെ ചലഞ്ചസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ പുതിയ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്? ഇത് പുതിയത് ഈ പുറത്തുനിന്ന് കാണുന്നേരോ, നമ്മളിപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്റെ മനസ്സെന്നാന്ന് എനിക്കറിയില്ലല്ലോ. ഞാനിങ്ങനെ ഒരു ഷേപ്പല്ലേ കാണും, അതേമാതിരി ആ ഹോട്ടലും ഇത് കാണുന്ന ഭയങ്കര സുഖ. ഉള്ളിലേക്ക് കേറിയാല് അത് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറയും, നിങ്ങൾ ഈ ഇത്രയും 7 കൊല്ലം ഈ ഫീൽഡില് നിങ്ങൾ ആ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടെ? അവർ പൊന്നു മോനെ, ഞാനില്ല ആ ഭാഗത്തേക്ക്. കാരണം നമ്മൾ ഇതിന്റെ റൂട്ട്സിൽ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം പുറത്തു നിന്ന് നിങ്ങളൊക്കെ കഷ്ടപ്പാട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം ഈ സാധനം പ്രശ്നങ്ങളുള്ള ഒരു ഫീൽഡാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല എന്ന് ആദ്യമേ പറയും. ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇപ്പൊ പ്രസന്റ് നമ്മള് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഗ്യാസാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഗ്യാസിന്റെ വലിയ പ്രശ്നം ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്താണ്? പണിക്കാർ. SIR നോർത്തില്, അതായത് നോർത്തുകാരില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും നടക്കൂല. കേരള സ്റ്റെക്കാവും. ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ പറയാ ഓരോ നാട്ടില് ഇതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് ഓരോ പോകാൻ നിൽക്കുക. നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണല്ലോ, നമ്മള് ഹർത്താലൊക്കെ നടത്തിയിട്ട് ബന്ധാകുന്നില്ലേ, അതേമാതിരി ഇപ്പം. ശരിയല്ല, എല്ലായിടത്തും പോയാലും ഹിന്ദിക്കാരെന്നല്ല, അത് ഈ റെസ്റ്റോറന്റ് മാത്രല്ല, വെയർ ഹൗസുകള് എല്ലാം കൺസ്ട്രക്ഷൻ ഫീൽഡില്. അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ അറിയോ, നമ്മളെ നാട്ടിലെ മലയാളികള് ഇവിടെ സ്വന്തം നാട്ടിൽ നിന്നാൽ ഓരോരുത്തർ പണിയൊന്നും അങ്ങനെ എടുക്കൂല. അത് മലയാളിക്ക് ഒരു പ്രത്യേകതയാണ്. മലയാളി കേരളത്തില് ഒരു പണി എടുക്കൂല. പക്ഷെങ്കില് ഞാന് മുമ്പ് തമിഴ്നാട് പോയാലോ, അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് ഒരു മലയാളിയാ. അപ്പൊ ഞാൻ അവനോട് ശമ്പളം ചോദിച്ചു, ഇവിടെ കിട്ടുന്നതാണ് കുറവാ, പക്ഷെ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്.
പക്ഷെ ഇവിടെയൊക്കെ മലയാളികൾ ചിന്തിച്ചാൽ മതി. നമ്മള് ഗൾഫിൽ പോയത് എന്താ? അതെ, ഇവിടെയൊക്കെ മലയാളികൾ എന്ത് പിന്നെ സാലറി കുറച്ച് കിട്ടും വിചാരിക്കാം. ഗതികേടോണ്ട് നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളൂ. അത് മലയാളിയിൽ ഒരു എല്ലാവരും ഇല്ല, ഒരു 5% ആൾക്കാരെ മനസ്സ്, ഒരു 5-10% ആൾക്കാർ നമ്മളെ മലയാളികളെല്ലാം ഹെൽപ്ഫുള്ളാണ്. പക്ഷെ 10% ആൾക്കാർ എന്താ അറിയോ, നമ്മൾ പ്രാർത്ഥിക്കുന്നവർ വരെ പ്രാർത്ഥിക്കുക ഇന്നെ യൂസുഫ് അലി ആക്കാനല്ല, യൂസുഫ് അലിനെ എന്നെ ആക്കാനാ, ഇന്റെ മാതിരി ആക്കണം യൂസുഫ് അലിനെ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാ. എന്താ മനസ്സിലായോ? മനസ്സിലായി. ഏ? അതായത് യൂസുഫ് ഞാൻ അലി നന്നായില്ലേ വേണ്ടിയില്ല, യൂസുഫ് അലി ഇന്റെ മാതിരി ആട്ടെ. യൂസുഫ് അലി അങ്ങോട്ട് താവട്ടെ എന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കുക. എല്ലാവരും 10% ആൾക്കാരെ അങ്ങനത്തെ മനസ്ഥിതിയുള്ള ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അതാണ്. ഓക്കെ, ഇനി താത്ത കുറെ നേരം സൈഡിൽ ഇരിക്കുന്നത്. താത്തനെ ഇരുത്തിയത് എന്തിനാ വെച്ചാല് താത്തക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്. നിങ്ങളെ പേരിനോട് പറഞ്ഞു. പേര് പേരെങ്ങനെ വന്നത്? പേര് മറന്നുപോയി. എന്റെ പേര് സഫിയ എന്നാണ്. ഞാൻ വീട്ടിൽ വിളിക്കുന്നത് വാവാന്നാണ്. അതാണ് വാത്താസ് അല്ലേ? അതെ. ഓക്കെ, അത് നമുക്ക് ഞാൻ പറയുന്നില്ല. വാത്താസിന്റെ കഥ എങ്ങനെയാണ് വാത്താസ് തുടങ്ങിയത്? വാത്താസ് തുടങ്ങുമ്പോൾ നിങ്ങളെ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഫാമിലിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്തൊക്കെ ഡിസഗ്രിമെന്റ്സ് ഉണ്ടായിരുന്നു, താത്തന്നെ പറഞ്ഞോളൂ. ഇവര് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഫസ്റ്റിലെ സലാംക്കായും അതേപോലെ തന്നെ മക്കളും പറയലുണ്ടായിരുന്നു എന്തെങ്കിലും ഒന്ന് തുടങ്ങി. പിന്നെ മക്കള് പറയുമ്പോ തുടങ്ങാൻ അത് പറയാൻ കാരണം എന്താ, ഇവള് എല്ലാവർക്കും ഓരോ കൈപ്പുണ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ഓക്ക് ഒരു കൈപ്പുണ്യം കുറച്ചും കൊടുത്തിട്ടുണ്ട്. എന്താ ഫുഡ് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഈ എന്തെങ്കിലും സ്വന്തമായിട്ടും തുടങ്ങും. പക്ഷെ അത് ഇങ്ങനെ വിചാരിച്ച് ഇത്ര വലുതാവണം എന്നോ അങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ തുടങ്ങിയത്. ചെറുതായിട്ട് നമ്മക്ക് നമ്മളേതായ ഒരു അടുത്ത് വീട്ടിലല്ലേ കുടുംബക്കാർക്ക് അങ്ങനെ കൊടുക്കാന്നുള്ളൊരു ഇതില് തുടങ്ങിയതാണ്. പിന്നെ അതില് ഫസ്റ്റില് പൊടി അറിയാലോ അതിൽ എന്തൊക്കെ ഉള്ളത്. പൂരപ്പൊടി 3 തരം പൊടികളുണ്ട്. പിന്നെ എല്ലാം വീട്ടില് ഉണ്ടാക്കുന്നതാ. പിന്നെ അച്ചാറുകളോ ഇപ്പൊ പൊടികള്. പിന്നെ ഉമ്മ ആദ്യ വീട്ടില് പൂരപ്പൊടി ഉണ്ടാക്കിയിരുന്നു. അവിലോസ് പൊടി. അതെ, അതായത് നമ്മൾ ഇവിടുന്ന് വിട്ടാ പറയുന്ന അവലോസ് പൊടി തന്നെയാണ് പൂരം വറുത്തുന്നത്. പക്ഷെ അതിന് അവലോസ് പൊടിക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒരു ടൈപ്പാ ഉണ്ടാവുക. മറ്റേത് വേറെ സ്പെഷ്യൽ പൂരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നട്ട്സുകളൊക്കെ ചേർത്തിട്ടുള്ള. അപ്പൊ ഈ പൂരപ്പൊടി ഉണ്ടാക്കുന്നത് ഉമ്മ ഉണ്ടാക്കുന്നത് കാണായിരുന്നു, ഉമ്മ വറുക്കുന്നത്. അതില് പിന്നെ തുടങ്ങിയ സമയത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി അതിന് ഞങ്ങളെ വീടിന്റെ അടുത്ത് അങ്ങനെ അറിയുന്നവരാരും ഇല്ലായിരുന്നു വറുക്കാന്. അപ്പൊ ഞമ്മക്ക് അത്ര പരിചയമുള്ള ആൾക്കാരും ഇതാര് വറുക്കുന്നുള്ളതെന്ന് അറിയില്ല. അപ്പൊ താത്തന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഫസ്റ്റില് വറുത്തുണ്ടായിരുന്നത്. ഓളെ വീടിന്റെ അടുത്ത് വറുക്കുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ ഓള് ആളാക്കി തന്ന് കുറച്ചു കാലം അവിടുന്നാണ് ഫസ്റ്റ് ചെയ്തത് പൂരം വറുത്തത്. അച്ചാറൊക്കെ പിന്നെ ആദ്യം ഇങ്ങനെ നമ്മളെ ആവശ്യത്തിന് കുറച്ചൊക്കെ അച്ചാർ ഇടും. അപ്പൊ അങ്ങനെ ഫസ്റ്റില് അച്ചാറിട്ട് നോക്കി. പക്ഷെ നല്ല പേടിയായിരുന്നു കേട്ടോ ഫസ്റ്റില്. നമ്മളതില് പ്രിസർവേറ്റീവ്സ് ഒന്നും കൂട്ടുന്നില്ലല്ലോ. പിന്നെ അതേപോലെ പൊടികൾ എത്ര നിൽക്കും, നമ്മള് വീട്ടിലിപ്പോ ഉണ്ടാക്കാന്ന് പറഞ്ഞാല് വേഗം ഉണ്ടാക്കിയത് വേഗം കഴിയുമല്ലോ. ബ്രാൻഡിലേക്കൊക്കെ എങ്ങനെ എത്തിയത്? ആരാ ചെയ്തത്? ബ്രാൻഡ് മോനാ ചെയ്തത്. രണ്ടാമത്തെ മോന് അല്ല റെനീൻ, ഹംസ റെനീൻ ഇല്ല. പിന്നെ ബ്രാൻഡിങ് മൂത്ത മോനാണ് ഇത്. ഈ ഇങ്ങനെ അങ്ങോട്ട് വലുതാക്കി കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഓന്റെ ഭാഗത്തു നിന്നാണ്. അങ്ങനെ ചെയ്യണം. പിന്നെ ചെറിയ മോനാണ് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതും. മൂത്ത അതായത് മൂത്ത മോന് അബുദാബിയിലാ. UAE, ഒമാൻ 2 രാജ്യത്തിന്റെ ഒരു ഇതാണ് എന്താ സെയിൽസിന്റെ ഡെവലപ്മെന്റ് മാനേജറാ. രണ്ട് കൺട്രീന്റെ അതിന്റെ ഇടയിലാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അതായത് മൾട്ടിമീഡിയ ആണ്. ഓന് ഇങ്ങനത്തെ ഈ ബ്രാൻഡിങ് ഓനാണ് എല്ലാ കാര്യങ്ങളും. ഇനി കണ്ടിരുന്നോ കോവ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ ബീച്ചിലുണ്ട് ഒരു ഹോസ്പിറ്റൽ. ഓനുണ്ട്, ഓന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഒരു പാർട്ണറും ബ്രസീലും ഉണ്ട്. മൂന്നാമത്തെ ആള് ഇപ്പം ഇവിടെ നമ്മളെ കൂടെ ഞങ്ങളെ നോക്കുന്നവരെ അങ്ങനെ പറയണല്ലോ. ഞങ്ങളെ നോക്കാൻ ഒരാൾ കണ്ടേ.
എല്ലാരും പണിക്ക് പോയാല് ഓണേഴ്സ് നമുക്ക് വയസ്സായിക്കല്ലോ അല്ലേ? ഓൻ ബിടെക്കാരനാ ആ. സിവില്. പക്ഷെ അവന് സിവിലാണ് NIT-യിലായിരുന്നു, കാലിക്കറ്റ് NIT-യിലായിരുന്നു. പക്ഷെ അവന് ഒരു വർഷം ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. പിന്നെ അവൻ പറഞ്ഞു എനിക്ക് ശരിയാവുന്നില്ല ജോലി, ഞാൻ കച്ചവടത്തിൽ കയറാതാണ്. അങ്ങനെ ഓനാണ് ഇവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞങ്ങൾ പുഡിങ്ങുകളൊക്കെ കുറച്ച് ഹോട്ടലിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് വയനാട്. എങ്ങനെയുണ്ടായിരുന്നു ആൾക്കാരൊക്കെ റെസ്പോൺസ്? ഇത് ഏത് തുടങ്ങിയ പാടെ ആ കുടുംബത്തിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാവും, ഈ സ്വന്തം കുടുംബത്തിൽ നിന്ന്? ആ ആ നിങ്ങളെ ഈ സലാം ഖാന്റെ ആ ഫാമിലി അല്ലാതെ നിങ്ങളെ ഫാമിലിയിൽ നിന്ന് എന്തായിരുന്നു റിയാക്ഷൻ? ആ ഉമ്മ ഫസ്റ്റ് തന്നെ ഉമ്മ നല്ല സാധനമേ കൊടുക്കാവൂ. ഇപ്പൊ ഉമ്മച്ചിയാണ് പൂരപ്പൊടി കഴിച്ചു നോക്കിയത് ഫസ്റ്റില്. ആ അതെ, എന്നോട് 6000 ഉറുപ്പ്യ എനിക്ക് തന്ന് ഫസ്റ്റ്. ചെറിയ നമ്മൾ ഉണ്ടാക്കിയ സാധനം 3 പൊടികളും ഉമ്മച്ചിക്ക് കൊണ്ടുപോയി കൊടുത്ത് 500 ഗ്രാം 600 ഗ്രാമിന്റെ ഒരെട്ടന്നെ. എന്നിട്ട് എനിക്ക് ഉമ്മച്ചി 6000 ഉറുപ്പ്യ തന്ന് നല്ലോണം നടക്കട്ടെ, നല്ല സാധനമേ കൊടുക്കാവൂ. ഉമ്മച്ചി വായിച്ചു അങ്ങനെ തന്നെ ഇരുന്നു. ഫ്രഷ് ആയിട്ടുള്ള സാധനം മാത്രമേ കൊടുക്കാവൂ. സാഗർ അംസാരി. അപ്പോ അതേപോലെ തന്നെ പിന്നെ ഇടക്ക് ഓരോ പ്രാവശ്യം കൊണ്ടു കൊടുക്കാൻ എന്താ കുഴപ്പമുണ്ടോന്ന് അറിയാന്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, മൂത്തത്താത്ത ഓരോ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഫസ്റ്റിൽ പൂരം വറക്കുന്നത്. പിന്നെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ചേച്ചിനെ കെട്ടി 4-5 ആൾക്കാരുണ്ട് ഇപ്പൊ സഹായത്തിന്. പിന്നെ വറക്കുന്നതൊക്കെ ഒരാണ്. അച്ചാറുകൾ ഇടുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഹെൽപ്പ് ചെയ്തിരും പണിക്കാര്. ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ. പിന്നെ സോ അപ്പൊ അത് വാത്താസ് അങ്ങനെ അൽഹംദുലില്ലാ പരിവാറിന്റെ തന്നെ ഒരു സബ് ബ്രാൻഡ് ആയിട്ട് വാത്താസ് അറിഞ്ഞു തുടങ്ങി. ഇനി സലാം ഖാന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് എന്തൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിലും അതിന് നല്ല വശങ്ങളും ഉണ്ടാവും, ചീത്ത വശങ്ങളും ഉണ്ടാവും. ഉറപ്പാണ്. ഇപ്പൊ ഞാന് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ സാധനം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇതിൽ ഇഷ്ടമില്ലാത്ത കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ വിചാരിച്ച നമ്മള് ബാക്ക് ഓഫ് ചെയ്യലാണ്. അപ്പൊ ഈ ഹോട്ടൽ ഫീൽഡില് സലാം ഖാൻ ഇഷ്ടമില്ലാത്ത, സലാം ഖാൻ പക്ഷെ നിർബന്ധമായിട്ടും സാഹചര്യം കൊണ്ട് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യം ഉണ്ടാവില്ലേ? എന്തൊക്കെയാണത്? മനസ്സിലായോ? ഇല്ല. ഇപ്പൊ ഏതൊരു സാധനം നമ്മൾ ചെയ്യുകയാണെങ്കിലും, ഏതൊരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും, ബിസിനസ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പോലെ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. നിർബന്ധമാണ്, ഉറപ്പാണ്. കാരണം എല്ലാ ഫീൽഡിലും ഉണ്ടാവും. എന്ത് ഫീൽഡിലേക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഹോട്ടൽ ഫീൽഡിൽ സലാം കഴിഞ്ഞ് 10-30 വർഷമായിട്ടുണ്ട്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫീൽഡ്. അല്ല പേഴ്സണലായിട്ട് എനിക്കൊരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ. പിന്നെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടാവില്ലേ? ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ജോലിക്കാരതാണ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എന്റെ പേഴ്സണലി ഉറപ്പൊഴിയുന്നത് ഇതൊക്കെ അതൊക്കെ ശരിക്കും ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് ഇതിലേക്ക് വരാത്തത്. അല്ല, അതൊക്കെ എനിക്ക് ഒരു പ്രശ്നമുള്ള കേസല്ല. ഇവിടെ തന്നെ എന്നോട് പറയൂ ഉറങ്ങിക്കോളി, അല്ലെങ്കിൽ എന്താ രോഗം വന്ന് വെച്ചു. അതല്ല കേട്ടോ, മുമ്പ് ഇത്ര ഹോട്ടലിൽ പരിവാർ തുടങ്ങുന്നത് വരെ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ആളാ. നന്നായിട്ട് അല്ല സാഗറിൽ പോകുന്നേരം, പക്ഷെ അത് ഇത്ര അല്ലല്ലോ. എന്നാലും നന്നായിട്ട് ഉറങ്ങൂലേ നിങ്ങള്? സ്വന്തമായിട്ട് വന്നേരാണ് കൂടുതൽ ഉറക്കം. സ്വന്തം സാധനമാണല്ലോ അതിനകത്ത് കാണിക്കല്ലോ. അല്ല മറ്റേനൊക്കെ നമുക്ക് ഒരു സമയം ഇത്ര സമയം നിന്നാ മതി എന്നുണ്ട്. ഒരു ജോലിക്കാരന് ഡ്യൂട്ടി എങ്ങനെ അതേമാതിരിയാണ് നമുക്കുള്ളത്. അതല്ല ഇപ്പൊ ആവശ്യമുള്ള സമയവും ഉറങ്ങുന്നില്ല തീരെ. എങ്ങനെ അറിയോ, മറ്റേ ഉറങ്ങിയാലൊന്നും അങ്ങനെ അറിയില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഉറങ്ങിയാലും 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂറൊക്കെ എടുക്കുകയാണെങ്കിലും അതിന്റെ ഇടയിൽ കുറെ പ്രാവശ്യം എണീക്കും. എന്നിട്ട് പോരണം എന്നുള്ളൊരു ചിന്ത. അതൊരു പോരായ്മയാണ്. സലാം ഖാൻ ഇഷ്ടം കൊണ്ട് അറിയായിട്ടാണ്. കാരണം ഉറക്ക് മാത്രല്ല, അത് നമുക്കൊരു തോന്നലാണ്. അതായത് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം അതാ, ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ അത് നടക്കൂലേ, അത് ബുദ്ധിമുട്ടാവോ, ഇങ്ങനെയൊക്കെ മനസ്സ് തോന്നുമോ. ആ തോന്നലാണ് നമ്മളെ വീണ്ടും സലാം ഖാന്റെ പേഴ്സണൽ പ്രശ്നങ്ങളല്ല ഇപ്പൊ ആൾക്കാർ നേരിടുന്ന. പൊതുവെ ഇപ്പൊ ഗ്യാസിന്റെ അങ്ങനത്തെ പ്രശ്നങ്ങളല്ലാതെ ഹോട്ടൽ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങള് ആയിട്ട് സലാം ഖാൻ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, ഫീൽഡിലേക്ക് വരുന്നേരോ ഇതിനെ പറ്റിയിട്ട് അറിയാതാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഞാനും കുറെ കണ്ടിട്ടുണ്ട്. പൈസ ഉണ്ടാവും, ഒരു ഷെഫ് ഉണ്ടാവും, തുടങ്ങാന്ന് പറഞ്ഞു തരും. എനിക്ക് എല്ലാ ഭക്ഷണത്തിനും പറ്റി അറിയില്ല, എന്നാൽ കുറെയൊക്കെ എനിക്ക് അറിയണോ.
മറ്റേതെന്താണെന്നറിയോ, ഇവര് നമ്മളെ പറ്റിക്കും. പണിക്കാര്. പണിക്കാര് ഇവർ നമുക്ക് തീരെ അറിയില്ല എന്നുണ്ടാകുന്നുണ്ടല്ലോ. ഒരു പറയാതെ അങ്ങനല്ല ഇങ്ങനല്ല, അത് എപ്പോഴും നമ്മൾ സ്റ്റെപ്പ് മുകളിലായിരിക്കും വരും. നമുക്കറിയാന്നുണ്ടെങ്കിലോ നമ്മളെ താഴെ ആയിരിക്കും. അതെ, എക്സാക്ട്ലി. അതാണ് ഏറ്റവും വലിയ അതായത് ഇതിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇത് പഠിച്ചിട്ട് വരിക അല്ലേ? പഠിക്കാം. അതെ. അപ്പൊ എന്റെ മോന് ഇപ്പൊ നമ്മൾ അവിടെ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഓനാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഓനിപ്പോ എന്താ ചെയ്യല്, ഇവിടെ വന്നാൽ കിച്ചണിൽ കയറും. ഓൻ പഠിക്കാണ്, ട്രെയിനിങ് ചെയ്യാം. ഇപ്പൊ ഇന്നലെ ഞാൻ നോക്കുന്നേരം ഓരോ ഡിഷ് ഓൻ ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇപ്പൊ നമ്മള് അല്ല, മോനല്ലേലും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാട്ടോ എല്ലാ കാര്യങ്ങളും. ഞാൻ ഉണ്ടാക്കുന്ന പുഡിങ്ങുകളിൽ സാധാ കാരമല് ടെൻഡർ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഓനാണ് എനിക്ക് റെസിപ്പി റായില്. പിന്നെ എല്ലാരും അത്യാവശ്യം ഉണ്ടാക്കാൻ അറിയുന്നവരാ. ചെറിയതായിട്ട് മൂത്ത മോനൊക്കെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. വരുന്നില്ലെങ്കിൽ നമ്മൾ ജീവിച്ചു പോകുന്നു. അത് ആൾക്കാർക്ക് ഉണ്ടല്ലോ, സ്വന്തം വീട്ടില് വൈഫില്ലെങ്കിൽ അന്ന് പട്ടിണി എടുക്കുന്നത്. അതെല്ലാം മക്കളൊന്നും അങ്ങനെ കിടക്കൂല. പണിക്കാരൊന്നും ഇല്ലെങ്കിലും നാളെ സലാംക്ക് കയറി വെക്കുന്നാണ് പറയുന്നത്. അപ്പൊ അതിനുള്ള എല്ലാ സാധനവും സലാംഖാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഈ ഹോട്ടലുകാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ? ഒന്ന് ഷെഫ് ഡിപ്പെൻഡൻസി എന്നാണ്. ഇപ്പൊ സലാംക്ക് പറഞ്ഞ സാധനത്തിന് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഷെഫ് ഡിപ്പെൻഡൻസി ഉണ്ടാവരുത്. പിന്നെ വേറൊരു കാര്യമോ ഞാൻ ആരും പറയാത്ത, കസ്റ്റമർക്ക് നമ്മള് അവരെന്താണോ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മിന്നിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വന്നു, മിന്നിന്റെ മനസ്സിൽ എന്തോന്നുണ്ടാവും, അത് എൻ്റെ അടുത്ത് കിട്ടില്ല. എനിക്ക് എൻ്റെ അടുത്തുള്ളതേ മിന്നിന് തരാൻ പറ്റുമോ? അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതേ ആൾക്കാരും ചെയ്യുന്ന ഒരു കേസ് എന്താണെന്നോ, ഒരു നെഗറ്റീവ് റിവ്യൂ ഇടും. ഞാൻ പറഞ്ഞുതരാം. അടുത്ത് ഒരു കസ്റ്റമർ 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികൾ വന്ന് ഒരു 2 പുതിയായിട്ട് വന്ന് അതായത് ബിരിയാണിയാണ്. വേറെ എവിടുന്ന വാങ്ങിയ ബിരിയാണി അത് കൊണ്ടുവന്ന് കഴിക്കാൻ പറഞ്ഞ പുറത്തുനിന്നുള്ള ഫുഡ് നമ്മളെ റൂളാണ്. അത് എല്ലായിടത്തും എല്ലാ റെസ്റ്റോറൻറ്റുള്ള അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും ഒരു പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞാലോ 2 ആൾ നല്ല റിവ്യൂ വന്നത്, 3 ആള് റിവ്യൂ. അതായത് മാനേജറെ സംസാരം ശരിയല്ല, അങ്ങനെ വെച്ചിട്ട് ആകെ നമ്മൾ മൊത്തം മോശമെന്നുള്ള റിവ്യൂ ഐമൽ വന്നു. പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കരുതെന്ന് പറഞ്ഞു. അതായത് പുറത്തുനിന്ന് ഫുഡ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ പാടില്ല. അത് നമ്മൾ എല്ലായിടത്തും ഉള്ള റൂളാണ്. അതേമാതിരി അങ്ങനെയാണ് പൊതുവെ കസ്റ്റമറെ എല്ലാവരും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു കസ്റ്റമർ വന്നേക്ക, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാഡ് റിവ്യൂ വന്ന്, നിങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു ബാഡ് റിവ്യൂ വന്ന്, നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യത്? ഞാൻ ഇന്ന് വരെ അത് അങ്ങനെ നോക്കിയിട്ടില്ല. ഇല്ല. എന്താണെന്നറിയോ, എങ്ങനെ അല്ല അത് പോസിറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെ വായിക്കുന്ന ഇതിനു മുമ്പ് റിവ്യൂ ഇട്ട ആൾക്കാരും ഇവിടെ വന്ന ആൾക്കാർ അത് കാണുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മനസ്സിലാവും, അങ്ങനല്ല. പിന്നെ ഞാനെന്ന് പറഞ്ഞാല് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ വന്ന് രാത്രി 12 മണിക്ക് ക്ലോസ് ചെയ്തിട്ടാ പോകുന്നത് വരെ ചെറിയ ആള് അല്ലെ വലിയ ആള് അങ്ങനെ നോക്കാതെ ഒരു എല്ലാവരും ഇരുത്തോ. ഞാൻ എനിക്ക് കഴിയുന്ന ആളെടുത്ത് ഞാൻ കസ്റ്റമറെ എടുത്ത് ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് ഞാൻ ചോദിച്ചിട്ടേ ഞാൻ പോരും, അല്ലെങ്കിൽ ഞാൻ ചിരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അത് എന്റെ ഭാഗത്തുനിന്ന് എന്റെ പണിക്കാരുടെ ഭാഗത്തുനിന്നോ അങ്ങനെ കിട്ടുന്ന അപ്പൊ ആൾക്കാർക്ക് സ്വയം മനസ്സിലാവും, ഇതെന്തോ ഓരോരുത്തരുടെ പ്രശ്നം. മനുഷ്യന്മാരല്ലേ, എപ്പോഴും വിളിച്ചായിട്ട് നടക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഉണ്ടായില്ല, നമ്മളൊക്കെ മനസ്സേ എല്ലാ സമയത്തും ഒരേ മാതിരി ആയിരിക്കില്ല. എന്തെങ്കിലും നമുക്കും ഉണ്ടാവില്ലേ ഫീലിങ്ങും ഒക്കെ. അപ്പൊ ചിലപ്പോ മൂഡ് ഓഫിൽ നിൽക്കുന്ന നേരം ആരോ വന്നേരം, ഇപ്പൊ ഞാൻ എന്തോ ഒരു മൂഡ് ഓഫിൽ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് സലാംക്കാന്ന് പറയുന്നേരം മൈൻഡ് ആക്കില്ലാന്ന് പറയും. അതിപ്പോ ഒന്ന് മനസ്സിലാക്കിയാല് പ്രശ്നമാണ് തീർന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങളൊരു തെറ്റ് ചെയ്ത് നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന്, ഇപ്പൊ നോമ്പിന്റെ സമയത്തൊക്കെ 2-3 ആള് കൂടിയപ്പോ നമുക്കൊന്നും ചെയ്യാല്ല. അപ്പൊ നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്ന് ഒരു കസ്റ്റമർ ഇതേമാതിരി നിങ്ങളടുത്ത് പറയാതെ ഓൺലൈനായിട്ട് പോയി റിവ്യൂ ഇട്ട്, നിങ്ങൾ എന്ത് ചെയ്യും?
ഞാൻ കഴിയുന്നു ഞാൻ എന്ത് ചെയ്യും ഒരു നമ്പർ കിട്ടുമോ നോക്കും. ആ. നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് വിളിക്കും. ഡയറക്റ്റ് വിളിക്കും, മാനേജറെ കൊണ്ടൊന്നും വിളിപ്പിക്കൂല, ഡയറക്റ്റ് തന്നെ വിളിക്കും. ഡയറക്റ്റ് വിളിച്ചിട്ട് അതിന് ആദ്യം തെറ്റ് നമ്മളെടുത്താണെങ്കിൽ ഉം. ഒരു മടിയുമില്ല, ഒരു മടിയില്ല, തെറ്റ് പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി, പറ്റും, സ്വാഭാവികമാണ്, സ്വാഭാവികം. പറ്റും. അത് പറയും. അതല്ലാതെ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിരുന്നു ചില സ്ഥലത്ത് തെറ്റ് ന്യായം പറയില്ല, അല്ല ആ, അത് പറയില്ല. ന്യായീകരിക്കൂല. ഇല്ല. അതായത് കസ്റ്റമർ, അതാണ് നമ്മളെ പഠിച്ചോനെ. കസ്റ്റമർ ഇസ് ദ കിങ്. ആ. ഓക്കെ. അപ്പോൾ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത് എൻ്റെ കസ്റ്റമറാണ്. അപ്പം എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയാൽ ഞാൻ അതിന് ഒരു ന്യായീകരണവും ഇല്ല, എന്ത് തെറ്റാൻ വേണ്ടില്ല, തെറ്റ് പറ്റിപ്പോയി, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ രണ്ട് ചെയ്യല്? വാക്ക് ഞാൻ പറയും. ഞാൻ എന്താ ചെയ്യല്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ തെറ്റ് പറ്റിയില്ലേ? അതേ കസ്റ്റമറോ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. ഒഴിവാക്കും. അതൊരു സൈക്കോളജി ആണ്. ചില സ്ഥലത്ത് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാ, എനിക്ക് തന്നെ അനുഭവത്തിൽ നമ്മള് വന്നിട്ട് ട്രിഗർ ആവുമ്പോഴേ ഒരു ട്രിഗർ ഞാനത് പറഞ്ഞിട്ട് ഓരിഞ്ഞോട് ന്യായീകരിച്ച് അതല്ല അങ്ങനല്ല, ഇത് ഉണ്ടാക്കൽ അങ്ങനെ മറ്റേതായിരുന്നു ഒക്കെ പറഞ്ഞ് ഒരു അത് കഴിഞ്ഞാൽ വീണ്ടും ന്യായീകരിച്ച്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇത് നടത്തുന്നതുകൊണ്ട് ഞാനൊരു റെസ്റ്റോറൻറ്റ് പോയാലോ, ഏത് റെസ്റ്റോറൻറ്റ് പോയിട്ട് എനിക്ക് എന്ത് തന്നെ ഭക്ഷണത്തിൽ മോശമായാലും കിട്ടിയാലും ഒന്നും ഒരാളോട് പുറത്തു പോയി പറയില്ല. ഞാൻ പുറത്തു പോയി പറയുന്ന അല്ല, അവിടുന്ന് ചിലൊരു ഉറക്ക പറയില്ല, ഇത് എന്താണോ അങ്ങനത്തെ ഒന്നും പറയില്ല. എന്താണെന്നറിയോ, ഓൻ എങ്ങനെയോ തുടങ്ങി കഷ്ടപ്പാട്, എനിക്കറിയാം ഇത് നടത്താനുള്ള കഷ്ടപ്പാട്. ഒരു മനുഷ്യൻ എന്താണെന്നറിയോ, ഓനെ ഞാനെല്ലാം കൂടി മോശമാക്കുന്നത് അത് ശരിയല്ലല്ലോ. അത് ഇപ്പം ചില വ്ളോഗേഴ്സ് നെഗറ്റീവ് റിവ്യൂസ് ഇടും. അപ്പൊ അത് കണ്ടിട്ട് നിന്റെ അടുത്ത ആൾക്കാർ വന്ന് ചോദിക്കും, നിങ്ങളെന്താ നെഗറ്റീവ് റിവ്യൂ ഇടാത്തത്, നിങ്ങൾ ജെന്യൂൻ അല്ലേ? അപ്പൊ ആൾക്കാരെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട് ഇത് ഈ തുറന്നടിച്ച് പറയാന്ന് വെച്ചാൽ നെഗറ്റീവ് പറയുന്നതിന് മാത്രമാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കാതെ നിങ്ങൾ നെഗറ്റീവ് ഇടുന്നത് നിങ്ങൾ ജെന്യൂൻ അല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ പറയും, മോനെ ഞാൻ ഇവരെ ഈ കഷ്ടപ്പാടുകൾ നേരിട്ട് അറിയുന്ന ആളാണ്. അപ്പോൾ നമ്മളൊരു നെഗറ്റീവ് റിവ്യൂ ഒരാൾ എത്രത്തോളം ബാധിക്കും എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഞാൻ നെഗറ്റീവ് എടുത്ത് ഓൺലൈനിൽ ഇടുന്നതിന് പകരം ഞാൻ എന്താക്കും, ഇപ്പൊ സലാംഖന്റെ ഇവിടുന്ന് എനിക്കൊരു ഇപ്പം വത്തക്കന്റെ ജ്യൂസും വളമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു സ്റ്റോറി ഇട്ടാലോ ചോദിക്കും, വത്തക്ക ജ്യൂസ് പരിവാർന്ന് കുടിച്ച് ഒന്നും ശരിയല്ല, വാടിയ വത്തക്ക ഇത് എന്താണിത്, അങ്ങനെ ഇടുന്നതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ എന്താക്കാം, നിങ്ങൾക്ക് നാളെ വരുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം നല്ലത് പറഞ്ഞല്ലോ. റെസ്റ്റോറന്റ് മാത്രല്ല, ഒരു ബിസിനസ്, ഒരു പ്രസ്ഥാനം, അത് നടത്തുന്നവനറിയാം അതിന്റെ ബുദ്ധിമുട്ടുകളും ഓന്റെ കഷ്ടപ്പാടും. നമുക്കത് ഒരു സെക്കൻഡ് മതി. അതെ, ഞാനത് ചെയ്യുന്നിട്ട് എനിക്കൊരു സെക്കൻഡ് മതി ഓനെ നശിപ്പിക്കാന്. സത്യം. എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയോ? ഒരിക്കലും എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. നശിപ്പിക്കാൻ എനിക്ക് പെട്ടെന്ന് കഴിയോ? അതെ. ഒന്നെന്താന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ നമ്മൾ പല ഘട്ടങ്ങളിൽ കടന്നു വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ആരോഗ്യമുള്ള സമയം ഏതാ? രക്തത്തിളപ്പുള്ള സമയം പറഞ്ഞാൽ ഒരു 45 വരെ ഉണ്ടാവും തോന്നുന്നു അല്ലേ? മെയിൻ സമയം എന്ന് പറയുന്നത് ഞാൻ കേട്ടത് 25 to 35 ആ സമയമാണ്. ഈ 20 to 35 35 വരെ നമുക്ക് എല്ലാവർക്കും തോന്നും എന്നെ കണ്ടാ തല്ലണോ, എന്നെ ചീത്ത പറയണോ, നമ്മളെ രക്തത്തിളപ്പാണ്. അതെന്തോ ഒരു മാസമായിട്ടില്ലേ. 35 കഴിഞ്ഞാലോ കുറച്ച് കുറയും. എന്തുകൊണ്ടാ? നമുക്ക് ആരോഗ്യം കുറയും. 50 കഴിഞ്ഞാലോ അത് ഈ ഒന്ന് പറഞ്ഞ തിരിച്ച് പറയല്, അല്ലെങ്കിൽ തല്ലിയാ തിരിച്ച് ഒന്ന് കിട്ടിയ രണ്ടെണ്ണം തിരിച്ച് കൊടുക്കല്, ഇതൊക്കെ വലിയൊരു സംഭവമായി കാണുന്ന ഒരു പ്രായമാണ് ഇപ്പം എന്റെ പ്രായം. പൊതുവെ ഇപ്പത്തെ കച്ചവടം എന്താണെന്നറിയോ? ഇലക്ട്രിക് കാർ വാങ്ങുന്ന ഐഡിയ. എന്താ ഇലക്ട്രിക് കാർ വാങ്ങുന്നത് ആരെങ്കിലും നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിന് കോട്ടം തട്ടാതിരിക്കട്ടെ എന്ന് നീയത്ത് വെച്ചിട്ട് ആരോ വാങ്ങുന്നുണ്ടോ? ശരിക്കും അതിനാണ് അടിക്കെങ്കിലും എനിക്ക് പെട്രോൾ അടിക്കുന്ന ലാഭം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതാണ് കച്ചവടം. ഇപ്പത്തെ കച്ചവടം അതാ. അതൊന്ന് ഹോട്ടലായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ക്ലിയർ ചെയ്തേ. ഹോട്ടലിൽ കണക്ട് ചെയ്യാനൊന്നുമില്ല, ജനങ്ങൾ എന്തോ ആവട്ടെ, എനിക്ക് പൈസ കിട്ടണോ, അതാണ് എല്ലാരെയും മൈൻഡിൽ അതാണ്. സമ്പാദിക്കണോ, പൈസ കിട്ടണോ, ഇത് തന്നെ. ഇപ്പം സലാംക്ക് ഇപ്പൊ ഒരു പുതിയ ഹോട്ടൽ തുടങ്ങുകയാണെന്ന് വെക്കാം, പരിവാർ എന്ന സലാംക്ക് ഒന്നുകൂടെ തുടങ്ങാം. ഇപ്പം പരിവാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സലാംക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും.
അപ്പൊ സലാംക്ക ഇപ്പം പുതിയൊരു പരിവാരം തുടങ്ങുകയാണെങ്കിൽ സലാംക്ക ആ മിസ്റ്റേക്സ് എന്തൊക്കെയായിരുന്നു അന്ന് ചെയ്ത മെനു മെനു ആയിട്ട് ഒരു 20 മെനുവിന്റെ താഴെ വരുന്ന ഐറ്റം മാത്രം കൊടുക്കാൻ കഴിയെങ്കിൽ ഞാൻ രണ്ടാമത് പരിവാരം തുടങ്ങും ഇല്ലാണ് ഞാൻ തുടങ്ങൂല സത്യമാണത്. അതൊരു മിസ്റ്റേക്ക് ആണ്, വലിയ മിസ്റ്റേക്കാ. കൊറേ സാധനം അതിന് menu കാരണം ആക്കി. എന്താണെന്നറിയ, എൻ്റെ റെസ്റ്റോറൻറ്റിൽ 30 ടേബിൾ ഉണ്ടെന്ന് വെച്ചാൽ ഉം. ഈ 30 ടേബിൾ ഫുള്ളായി. ഇപ്പോൾ രാത്രി ഒരു 8 മണിക്കാണ് ഒന്നായിട്ട് എല്ലാവരും കയറി അങ്ങ് ഫുള്ളായി. 30 ടേബിൾ എത്ര ഐറ്റം ഉണ്ടാവും? 30 ടേബിളില് 30 ഐറ്റം ഉണ്ടാവോ? 30 ഐറ്റം അല്ല ഉണ്ടാവുക, 45 ഐറ്റം ഉണ്ടാവും. ഈ 45 ഐറ്റം എന്ന് പറഞ്ഞാൽ 45 ലൈവാ. KOT കിച്ചണിൽ പോയിട്ട് ഒരു അരമണിക്കൂർ വരെ അതിൻ്റെ പകുതി കുറഞ്ഞ ടേബിൾ കവർ ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒക്കെ ഡിലേ ആയിരിക്കും. ആ വന്ന കസ്റ്റമർക്ക് മുഴുവൻ കംപ്ലൈൻ്റ് ആയിരിക്കും. അതായത് ഒരു മണിക്കൂർ ഇനി ഭക്ഷണം കഴിക്കാതിരിക്കുമോ? ഇല്ല, ഭക്ഷണം വരാതെ ദേഷ്യം പിടിക്കും. ഉറപ്പല്ലേ ദേഷ്യം പിടിക്കുള്ളൂ. അപ്പോൾ അത് മെനു എഞ്ചിനീയർ അത് മെനു ഇപ്പൊ പറഞ്ഞാൽ ഗ്യാസ് പ്രോബ്ലത്തിൽ നമ്മളെ ഗ്യാസിന്റെ പ്രശ്നമാണല്ലോ. ഇപ്പൊ എല്ലാവർക്കും പോയാൽ വേഗം ഭക്ഷണം കിട്ടുമോ? എന്താണെന്നറിയോ? മെനു കുറവാ. അപ്പൊ ആര് തുടങ്ങുകയാണെങ്കിലും ഈ മൾട്ടി കുസിൻ ചെയ്യരുത് ഞാൻ പറയൂ. മൾട്ടി കുസിൻ കുറച്ചൊരു ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണ് ചെയ്ത ആൾക്കാർക്ക്. രണ്ടാമത്തെ അതിന്റെ വേറെ ഇടങ്ങേറ് എന്താണെന്നറിയോ? അത്രയും പണിക്കാരും വേണം. ഒരു സെക്ഷന് കട്ടായാല് ഒരു പണിക്കാരൻ പോയാല് ആ സെക്ഷൻ കട്ടാവും. ആ മെനു കട്ടാവും. ഓർഡർ ചെയ്യുമ്പോൾ സാധനം ഉണ്ടാവും കൊടുക്കാൻ. ഇന്ന അറിയണ്ടല്ലേ. ഞാനിപ്പോ ബിരിയാണിക്ക് പോകുന്നത് എന്താ, സമാധാനം. ബിരിയാണിയില് നമ്മള് ബിരിയാണി ഗീ റൈസ് അത് 2 ഉണ്ട്. അതിന് സ്റ്റൂ ഉണ്ട്, കോഴിയിറച്ചി ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. അത്രേ ഉള്ളൂ. മിനിമൽ മെനു. ഓക്കെ, ഇനി അത്താത്തിനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പൊതുവെ ഹോട്ടലേറെ മുതലാളിമാരെ ഭാര്യമാര് പറയലുണ്ട്, മൂപ്പരെ കിട്ടലില്ല, ഭർത്താവിനെ സ്നേഹിക്കാൻ കിട്ടണില്ല, വീട്ടിൽ കാണൂല. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആദ്യം അങ്ങനെയാണ്, പുതിയതല്ല. ഹോട്ടല് തുടങ്ങിയപ്പോ അത് സത്യമാണല്ലേ? ഹോട്ടലുകാരെ അങ്ങനെയാണ്. പിന്നെ തീരെ ഉണ്ടാവില്ലല്ലോ. എന്നാലും സലാംക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ വിളിച്ചെടുങ്ങാറാക്കില്ല. ഫോൺ രാവിലെ വരുന്ന നേരം കണ്ട് പിന്നെ രാത്രി അവിടെ എത്തിയാല് ജീവിച്ചിരിപ്പുണ്ട് പറഞ്ഞാല് സമാധാനം. അതന്നെ, വിളിക്കില്ല, അങ്ങോട്ടും വിളിക്കില്ല, ഇങ്ങോട്ടും വിളിക്കില്ല. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ടേ മാത്രം വിളിക്കും. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യൂ സ്വയം. എന്തുകൊണ്ടാ വിളിക്കാത്തറിയോ? സ്നേഹമായിട്ടൊന്നല്ല. അല്ല, അതല്ല, അതാ മനസ്സിലാക്കി. ശരി, രണ്ടാളും ബ്രാൻഡ് ഓണേഴ്സ് ആണല്ലോ അല്ലേ? അല്ല, പിന്നെ തിരക്കായിരിക്കും കേട്ടോ. എനിക്കും നല്ല തിരക്കായിരിക്കും. ഒന്നിനും ടൈം ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതല്ല, വെറുതെ ബുദ്ധിമുട്ടാക്കേണ്ട ഒരു ഇവിടെ തിരക്കിലല്ലേ. പിന്നെ നമുക്ക് ഈ ഹോട്ടലുകാരെ, ചില ഹോട്ടൽ മുതലാളിമാരെ ഭാര്യമാരുണ്ട് വിളിച്ചെടങ്ങാറാക്കുന്നത്, ഇയാളെ കിട്ടുന്നില്ല എന്നൊക്കെ പറയാം. എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാം. ഓരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു ഉപദേശം നിങ്ങൾ കൊടുക്കാൻ. ഓരോടെന്ന് മാത്രം ഞാൻ ഇന്റത് പറയാ ആദ്യം. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യല്ലേ, നമ്മളിപ്പോ കല്യാണോ അല്ലെ സൽക്കാരങ്ങള് ആഘോഷങ്ങള് ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് വേണ്ടാന്ന് തന്നെ വെക്കണോ? അതായത് അതെ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ പറയുക, കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഞാൻ കല്യാണത്തിന് പോയില്ല. എന്റെ അടുത്ത കുടുംബത്തിലെ കല്യാണത്തിന് പോലും ഞാൻ പോകില്ല. ഞാൻ തിരക്കിലേക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, നമ്മളെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും നമ്മൾ ചെലവഴിക്കുന്നത് കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും നിക്കാഹുകളിലും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഒരു മനുഷ്യൻ 10 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ 10 കൊല്ലത്തില് 3 കൊല്ലവും ഇങ്ങനെയൊക്കെ പോയിണ്ടാവാം. അല്ല, ഞാൻ അതൊന്നുകൂടി പറഞ്ഞോ. കല്യാണത്തിന് വേറെ പ്രശ്നമുണ്ട്. കല്യാണം വിളിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഓനായിട്ടുള്ള ലോകവും പോയി. അല്ല, അതല്ല ഞാൻ പറയുന്നത്. നമ്മള് ചോദിക്കൂലേ, നിങ്ങളൊരു സംരംഭം തുടങ്ങിയിട്ട് എന്താണ് നിങ്ങൾക്ക് അതിന്ന് അത് ചോദിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ 100%. അതാ നമ്മളെ വീട്ടിലെടുക്കുന്ന ഈ പണികളൊക്കെ നമ്മളെ ആഘോഷാക്കി മാറ്റിയും വേണം. എന്നും നമുക്ക് തിരക്കായിരിക്കുമോ? മോള് പറയൂല്ലോടെ ആഘോഷം എന്തും. ഇപ്പൊ ഞാൻ പറയും, ഇന്നലെ ഞാൻ മെന്നാന്ന് എന്റെ മരുമോളോട് പറഞ്ഞേന്,
ഓള് പറയും ഉമ്മ ഇന്നും ഇങ്ങനെ എവിടെയും പോവാണ്ട് ഉമ്മ ഞങ്ങള് പണി തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് നമ്മക്ക് സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു കല്യാണം കഴിക്കണം, നമ്മളെ വീട്ടിലൊരു പരിപാടിയാണെങ്കിൽ നമുക്ക് തലേന്നും അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പേ തൊട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് സൽക്കാരം. അപ്പൊ എന്തായിരിക്കും നമ്മൾ നല്ല തിരക്കായിരിക്കും. പക്ഷെ എന്താ നമുക്കൊരു ആഘോഷം പോലെ. അതേപോലെ നമ്മളെ വീട്ടിൽ എടുക്കുന്ന ഈ പണികള്, നമ്മളെ അച്ചാറ്, പൊടികള്, പുഡിങ് തന്നെ ഡെയിലി നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പൊ അത് എനിക്ക് ശരിക്കും ഞാൻ പറയാ അത് എനിക്കൊരു ആഘോഷം. ആ അതൊക്കെ ഒരു ഓണം വിഷു പോലെ ആഘോഷിക്കുന്നത് ശരിക്കും എന്നും നമ്മളെ വീട്ടിൽ എന്നും ബിസിയാ. അങ്ങനെ എന്റെ എന്നും അമ്മമാര് ഇതുണ്ടാക്കലുണ്ട്, ചട്ടിപ്പത്തിരി ഇതൊക്കെ. ഉമ്മ നോക്കിയാൽ ഫുൾ തിരക്കയ്യോ. അതിന്റെ ഇടയിൽ കൂടെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, ഉമ്മ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും, ഉമ്മ ലഞ്ച് ഉണ്ടാക്കുന്നുണ്ടാവും, വാപ്പക്ക് പീടിയേക്ക് പോകാനുള്ള ഉച്ചക്കത്തേക്കുള്ള ഫുഡ് രാവിലെ ഉണ്ടാക്കുന്നുണ്ടാവും. ഇതൊക്കെ നടന്നു. അതിന്റെ ഇടയിൽ ഒരു ഇന്ന് വാ ഷൂട്ട് ഉണ്ട് എന്ന് പറയുമ്പോ ഇത് നിർത്തി വെച്ചിട്ടാട്ടോ പോരി. നമ്മക്ക് പിറ്റേന്നേക്ക് നല്ല ഓവർലോഡ്. ഇന്നലെ എന്നോട് പറഞ്ഞു നിങ്ങളില്ലാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിപ്പോ ഡേറ്റ് രാവിലെ പറഞ്ഞു എന്നോട് ഞാൻ പോരണോ. നന്നായി നന്നായി. അതെ. അപ്പൊ അത് എല്ലാ ഭാര്യമാരും ഒന്ന് മനസ്സിലാക്കാം, ഭർത്താക്കന്മാര് തിരക്കിലേക്കുന്നുള്ളത്. ഒരു തിരക്കിലായിരിക്കല്ലോ ഉറപ്പല്ലേ. നമ്മള് വെറുതെ ബുദ്ധിമുട്ടാക്കേണ്ട ആവശ്യം. ഇതില്ലേ നമ്മളെ ആണുങ്ങൾക്ക് വേറെ പ്രശ്നം ഉണ്ടല്ലോ. ഈ ഇവര് ഓരോ കാര്യമാണ് പറയുന്നത്, പക്ഷെ ഞമ്മക്ക് ഭയങ്കര ഒരു വെറുപ്പിക്കലായിട്ട് തോന്നും. സത്യം ഭയങ്കര വെറുപ്പിക്കലാ. പക്ഷെ എന്താ അറിയോ, അല്ലെ ആർക്ക് വേറെ വലിയൊരു വെറുപ്പിക്കൽ എന്താ അറിയാം. ചില ആൾക്കാരുണ്ട് ഒരേന്ന് ഇറങ്ങിയിട്ട് ഞാന് ഇവളോട് പറഞ്ഞു പോരുക ഞാൻ എറണാകുളം പോവാണ്. അപ്പൊ പൊരേന്ന് ഞാൻ ഇറങ്ങി താമരശ്ശേരി എത്തിയിട്ടേ ഉണ്ടാവും. എവിടെ എത്തി? ഒരു വിളി. കൊടുവലി എത്തി എവിടെ എത്തി? രണ്ടാമത്തെ വിളി. കുന്നമംഗലത്ത് നിന്ന് മൂന്നാമത്തെ വിളി. നാലാമത്തെ വിളിക്ക് പിന്നെ ഞാൻ എന്താവും? തിരിച്ചു കിട്ടും. അല്ല അങ്ങോട്ട് പോയില്ല, തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങോട്ട് തന്നെ പോരില്ലേ. അല്ല പിന്നെന്താന്നറിയോ, ഫസ്റ്റിൽ തുടങ്ങുമ്പോ ഇവർക്ക് ഭയങ്കര ദേഷ്യായിരിക്കല്ലോ. വീടിലെ പ്രശ്നങ്ങളൊക്കെ കൂടി പണിക്കാരതും അത് ഉണ്ടാവരുത് എന്നുള്ളതിൽ അതൊക്കെ ഇപ്പൊ കൊറേ മാറി. അതിന്റെ ഒരു ഇതും കൂടി ഉണ്ടാവും. വീട്ടിൽ വന്നിട്ട് എല്ലാം തീർക്കുക അവിടെ തന്നെ ആണല്ലോ നാളെ കിട്ടി. അപ്പൊ സലാം ഇപ്പൊ എങ്ങനെയാണ് ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യുന്നത്? ഇവരെല്ലാം ഇങ്ങോട്ട് വരും. ഓർക്ക് മനസ്സിലായി. നോമ്പിന് കണ്ടില്ല. ഞാൻ നോമ്പുറൊക്കെ വിടാ കാര്യണ്ട് വന്നാലും എന്താ അറിയോ, ഇവിടെ പണിക്കാരോ ഷോർട്ട് ഉണ്ടാകുമ്പോ നോമ്പിന് എന്താ ചെയ്തെന്ന് ചോദിച്ചു നോക്കണോ. നോമ്പിനോ പത്തിരിക്കാരനില്ല. അയ്യോ 200 ബഫറ്റ് ഉണ്ടാവില്ലേ, 200 ആൾക്ക് 600-700 പത്തിരി വേണോ? 700 പത്തിരി ഉണ്ടാക്കും. കണക്കല്ലേ. ഇത് അവസാനം കുടുംബക്കാർക്ക് വാങ്ങിച്ചില്ല പത്തിരി ചപ്പാത്തി ഒന്നും. അങ്ങനല്ല, ആളില്ലാന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചില്ല. ഒക്കെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ? അല്ല ഇവിടുന്നാ ചെയ്ത്. ഇവിടെ വന്ന് ചെയ്യും. ഒരു പൊടി കുഴച്ചേക്കോ പരത്തു ചുടലോ ഒരരച്ച് കുറച്ചൊക്കെ ചുടുകയും ചെയ്യും. ഫുള്ളായിട്ട് ചുടല്ല, പരത്തല് മുഴുവൻ പരത്തും. അപ്പൊ അവസാനം ഈ മനുഷ്യനെ പൊരേ കിട്ടില്ലാണ്ടേലും പൊരിക്കാരെല്ലാരും കൂടി ഹോട്ടലിലേക്ക് വരും. അങ്ങനെ ഓരത് ബാലൻസ് ചെയ്യും അല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ അത് നോമ്പിനാട്ടോ കാര്യമായിട്ട്, അല്ലാതെ വരാൻ നേരം ഉണ്ടാവില്ല. നോമ്പിന് ഓർഡർ കുറയും. പിന്നെ അതല്ല, അത് കഴിയുമ്പോ ആ ടൈം ആകുമ്പോക്കുള്ള പണി കുറയും. അല്ല ഓക്കെ ഇപ്പൊ ഈ ആമസോൺ ഉണ്ടല്ലോ, അതില് ഡെയിലി അത് നോമ്പ് പെരുന്നാളൊന്നും ഉണ്ടാവില്ല. അത് ഓർഡർ നോർത്തിൽക്കൊക്കെയാണല്ലോ ഉണ്ടാവുക. കേരളത്തിന്റെ പുറത്തുള്ള ഓർഡറാണ് അധികം ഉണ്ടാവുക. അതൊന്നും ആമസോണിൽ ലിസ്റ്റഡ് എന്നല്ല, എനിക്ക് തോന്നുന്നുണ്ട് റാങ്കിങ് 71 70 ചോടെന്തോ. ആമസോണിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് കൊടുക്കുന്നത്? പിക്കിൾസ് കാര്യമായിട്ട് പോണത് പിക്കിൾസ് ആണ്. എല്ലാ പിക്കിൾ അതില് പിന്നെ ബീഫ്, പ്രോൺസ്, കല്ലുമ്മക്കായ അതാണ് കൂടുതലായിട്ട് പോണത്. പിന്നെ ഗാർലിക്കും. 9 തരം ഉണ്ടല്ലോ, 3 വെജും 6 നോൺ വെജും. അത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊരു ഇതുണ്ട്. ഇതുവരെ എന്താ അറിയില്ല, എപ്പോഴത്തെ ടൈം എന്താ അറിയില്ല, നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സലാംക്ക കഴിഞ്ഞ 6 മാസം നടന്ന മാതിരിയല്ല അതിന്റെ മുന്നുള്ള സലാംഖാന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ 6 മാസം സലാംക്ക മോർ ദാൻ എ റെസ്റ്റോറന്റ് ഒരു സെലിബ്രിറ്റി കൂടിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ വ്യൂസ്. ആൾക്കാര് കുറെ അതാ ചോദിക്കുന്നേ. ആൾക്കാര് കുറെ അധികം സലാംഖാനെ തിരിച്ചറിയാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 മാസം അല്ലേ, കഴിഞ്ഞ 3 മാസം അല്ലേ,
കമ്മ്യൂണിറ്റിയിൽ കയറിയത് മുതലാണ് നമ്മൾ ആ വീഡിയോസും ഫസ്റ്റ് കാര്യങ്ങളൊക്കെ. എന്റെ ആ ഒരു വീഡിയോ അല്ലേ, വെറുതെ ഈ ജിമ്മിൽ വന്നേരോ വെറുതെ നമുക്ക് ഞാൻ വെറുതെ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അത് അതെ, മുതൽ അത് മുതൽ അപ്പൊ ഒരു 3 മാസം, അതായത് കമ്മ്യൂണിറ്റി തുടങ്ങിയത് മുതൽ സലാം കെയറിലാണ്. ആ. സോ അതില് വലിയ ആ ബുദ്ധിമുട്ട്. ജീവിതവും ഈ കഴിഞ്ഞ 3 മാസം ജീവിതവും അതിന്റെ മുന്നത്തെ ജീവിതം തമ്മിൽ സലാമത്തിന്റെ ഡിഫറൻസ്, അതിന്റെ നല്ലതും ചീത്തയും പറയണം. അതില് ചീത്തൊന്നുമില്ല. ആ. ചീത്ത എന്താ എന്നാലും ഉണ്ടാവല്ലോ പ്രൈവസി, അല്ല ആൾക്കാരെ എവിടെ പോ. അതിലെന്താന്ന് അറിയുക, ചീത്തല്ല. നമ്മളൊന്ന് എവിടെ പോയാലും ഇപ്പത്തെ പ്രശ്നം ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ എവിടെയോ പരിചയമുണ്ട്. ആ അത് എനിക്ക് വരലുണ്ട്, ഞാൻ പറയില്ല എവിടാന്നുള്ളത്. അപ്പൊ നിങ്ങൾ എവിടെ പരിചയം ഉണ്ടല്ലോ, നിങ്ങൾ എവിടെ ഇരുന്നു, നല്ല പരിചയം. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇനി വേറൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടക്കിടക്ക് പറയലുണ്ട് കേട്ടോ, മിന്നന്നാ വീഡിയോ എടുത്തതിന് ശേഷം അതായത് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ, എന്റെ വീഡിയോ കണ്ടിട്ട് വരുന്നവരൊക്കെ അപ്പൊ ഫേസ് അറിയല്ലോ, കസ്റ്റമർ സലാംക സുഖല്ലേന്ന് ചോദിക്കോ, സലാംകാന്ന് വിളിക്കില്ലേ, അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങോട്ട് വരും. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയോ, എന്റെ ഒരു 5 മിനിറ്റ് അങ്ങനെ പോകും. പടച്ചോനെ ഞാൻ മൂപ്പര് എവിടുന്നായിരുന്നു പരിചയം, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ എന്റെ ബാക്കിയുള്ള കാര്യമൊക്കെ പോയി. ഈ 5 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും, ആദ്യം എവിടുന്നാ പരിചയപ്പെട്ട് അങ്ങനെ സമയം പോകും. അങ്ങനെ സമയം പോകും. അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അതെ, അതിന്റെ നല്ലത് എന്തൊക്കെയാണ് അതിന്റെ, അതുകൊണ്ടുണ്ടായ നിങ്ങൾക്ക് ഉണ്ടായ ഗുണങ്ങൾ? കുറെ നല്ല ആളുകള്, ബന്ധങ്ങള്, അതൊക്കെ അതിനെ കൊണ്ട് വന്ന കുറെ പരിചയങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, കുറെ വന്നു. എല്ലാം നല്ലതല്ല. 3 മാസമാണ് അതിന് കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈം പീരീഡ്. സലാംക സെലിബ്രിറ്റി ആയ ടൈം പീരീഡ്. സെലിബ്രേറ്റ് ആയില്ല. അടിപൊളി. സോ ഏകദേശം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം 1 മണിക്കൂറായില്ലേ അല്ലേ? 1 മണിക്കൂർ കഴിഞ്ഞ് ഏകദേശം നമ്മളെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ എന്തുകൊണ്ട് സലാംക എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാല് അല്ല, എനിക്ക് ഞാൻ വേറെ കാര്യം ചോദിക്കാം, എനിക്കെന്തോ ഒരു രാശിയായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഇല്ല, പക്ഷെ എന്താ സലാംക, നമ്മള് എനിക്കറിയില്ല, എനിക്ക് ഫസ്റ്റ് പോഡ്കാസ്റ്റ് അറിയുമ്പോൾ എനിക്ക് ഓവർ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ വളരെ റോ ആയിട്ട് അത് ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ തന്നെ എനിക്ക് കുഴപ്പമില്ല, ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്, സലാംക അത് മാനേജ് ചെയ്തോളൂ, സംസാരിക്കുന്ന ആളാണെന്നുള്ളത് എങ്കിലും അതെങ്കിലും. വേറെ കാര്യം പറയട്ടെ, ഞാൻ സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഞാനാണോ? എന്നാലും ആയല്ലോ അൽഹംദുലില്ലാ. അപ്പൊ എനിക്ക് എന്തുകൊണ്ടും സലാംക്ക് ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് പിച്ചായിട്ട് തോന്നി. കാരണം ആൾക്കാർക്കും കേൾക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വേണം. ഈ പോഡ്കാസ്റ്റ് 1 മണിക്കൂറൊക്കെ ഇരുന്ന് 10 ആള് കണ്ടാലായി എന്നാണെങ്കിൽ കൂടിയിട്ട് 10 ആക്കെങ്കിൽ കാണുന്ന 10 ആക്കി നമ്മളൊരു വാല്യൂ കൊടുക്കണല്ലോ. ഒരിക്കൽ ഇത് കണ്ടതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി എന്ന് തോന്നണം. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ അത് അങ്ങനെ പ്ലാൻ ചെയ്തത്. എനിക്ക് കൺവീനിയൻസ് ലാസ്റ്റ് എന്ന് പറയാനുള്ളത്, എന്റെ ജീവിതത്തില് ഞാൻ എന്റെ പല ഘട്ടങ്ങൾ കഴിഞ്ഞു വന്ന ആളാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ എന്റെ വാപ്പ മരിക്കുന്നവരെ എന്റെ വാപ്പ അതേമാതിരി തന്നെ ഒരു പുതിയാപ്പിളിനെ നോക്കുന്നതിന്റെ മാതിരി അല്ലാതെ മക്കളെ നോക്കുന്നതിനെക്കാട്ടിൽ അപ്പുറം എന്ന് പറയാം, അങ്ങനെ നോക്കിയ മനുഷ്യനാണ് എന്റെ ഫാറിലോ അമോഷ് അയക്ക്. മൂപ്പരം മറന്നിട്ട് നമുക്ക് ഈ പോഡ്കാസ്റ്റ് നമുക്ക് മൂപ്പർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? മൂപ്പർക്കും വാപ്പക്കും രണ്ടാക്കും. എന്താണ്, ഞാൻ പല ഘട്ടത്തിൽ വീണ് വായിച്ചേ. വീണ് പോവാന്ന് പറഞ്ഞാൽ അറിയാലോ, ബിസിനസ്സിലാണെങ്കിലും എന്നാലും ഒക്കെ എന്നെ കൈ പിടിച്ചിട്ട് അത്ര സഹായിച്ച മനുഷ്യർക്ക് രണ്ടാളും അമോഷനാക്കി. രണ്ടും ഒന്നിനൊന്ന് ഏറ്റക്കുറച്ചില്ലാണ്ട്. ഈ പരിവാർ തുടങ്ങിയപ്പോ ഓരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്? വേറെ ചരിത്രമുണ്ട്. അതായത് അമോഷനാക്ക, അതായത് പാറിലോ സാഗറിൽ പോകുന്ന മൂപ്പര് എന്നോട് പറഞ്ഞതാണ്, പരിവാറില് ഞമ്മക്ക് രണ്ടാക്കൂടി നടത്താം. മൂപ്പര് ജീവിതത്തിൽ സാഗർ തുടങ്ങിയതിനു ശേഷം ഒരു ദിവസം പോലും വിട്ടു നിൽക്കാത്ത മൂപ്പര് എന്റെ പേര് 3 മാസം പരിവാറിൽ നിന്നു. അതിന്റെ പേരാണ്. അതായത് സാഗറിൽ വരാതെ മൂപ്പര് എന്ത് ചെയ്ത് ഫുൾ ടൈം എന്റെ കൂടെ വന്നു. ഒറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം ഹോട്ടലിൽ എത്ര ബുദ്ധിമുട്ടുള്ള പണിയായിക്കോട്ടെ, ഹോട്ടലിൽ നടത്തിയിരിക്കുന്ന എത്ര പൈസ കിട്ടിക്കോട്ടെ, പക്ഷെ ഒരാളെ കുറെ കാലം പിടിച്ചിരുത്താനൊന്നും പോരാ. സലാംക്കനെ ഈ പരിവാർ അല്ലെങ്കിൽ ഈ ഹോട്ടൽ ഫീൽഡിൽ പിടിച്ചു നിർത്തുന്ന കാര്യം എന്താണ്? എനിക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സാണ് എന്നെ പിടിച്ചെടുക്കുന്നത്.
കസ്റ്റമേഴ്സാണ്. എന്റെ കസ്റ്റമേഴ്സാണ് ഇവിടെ വീട് കുഞ്ഞിനെ കൊണ്ട് എത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ സന്തോഷം കിട്ടുന്നത് എന്താ അറിയോ? മിന്നു ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഇന്നോട് പറയുന്ന ഒരു നല്ല വാക്കില്ലേ, നല്ലത്, നന്നായി, നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണം അല്ല നന്നായിട്ട്, അതാണ്, അത് മാത്രം. മാത്രമാണ്. അത് എല്ലാ കാലവും അങ്ങനെ പോട്ടെ. പരിവാർ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കാരണം നമ്മൾ ഫസ്റ്റ് പോഡ്കാസ്റ്റ് പരിവാർ വന്നിട്ട് പെട്ടെന്ന് പരിവാർ ഡൗൺ ആയി പോയാൽ നമ്മൾ പോഡ്കാസ്റ്റിനെ അത് ബാധിക്കും. അതുകൊണ്ട് പോഡ്കാസ്റ്റിനെ വരെ ബാധിക്കും. നമ്മള് സൈഡായി പോകുന്നതല്ല, ഞാൻ സൈഡായി പോകുന്നതല്ല, പോഡ്കാസ്റ്റിനെ ബാധിക്കുന്ന. നാളെ നാട്ടുകാർ പറയില്ലേ നല്ലപോലെ പോയൊരു കടയും പോഡ്കാസ്റ്റ് ചെയ്ത് നശിപ്പിച്ചെന്ന് പറയില്ലേ. അപ്പൊ അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഉള്ളിടത്തോളം കാലം നമുക്ക് ഇഷ്ടം ഉണ്ടാകാം. അപ്പൊ നമ്മളിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. പ്രിപ്പറേഷന്റെ പ്രിപ്പയർഡ് ആവാത്തതിന്റെ ഒരുപാട് കുറവുകൾ ഇതിലൊരു മിസ്റ്റേക്ക്, ആദ്യം മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് എന്താ, നീ ചോദ്യം എഴുതിണ്ടാക്കിയില്ല, ഞാൻ കാണാൻ പഠിച്ചിട്ടില്ല. അതെ സത്യം, ഞാൻ ചോദ്യം എഴുതിണ്ടാക്കിയിട്ടില്ല, സലാം കഥ കാണാതെ പഠിച്ചിട്ടുമില്ല. അപ്പൊ അതിൻ്റെതായ മിസ്റ്റേക്സ് മേ ബി ഇതില് കുറെ കാണുന്ന ആൾക്കാർക്ക് മേ ബി തോന്നിയേക്കാം. ധൈര്യമായിട്ട് കമന്റിൽ അറിയിക്കാം. വീഡിയോ സ്റ്റൈലിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക, സ്റ്റൈലിൽ ലൈക്ക് ചെയ്യുക. സോ അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ് വീഡിയോ വിത്ത് മീ. ബൈ ഗൈസ്. ബൈ. സലാം പറഞ്ഞ നിങ്ങളെ. അസ്സലാമു അലൈക്കും.